ഫസ്റ്റ് ടൈം നോർസെറ്റ് എഴുതുന്ന ആരുണ്ട്? ഫസ്റ്റ് ടൈം നോർസെറ്റ് എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ടൈം. ഓക്കെ പ്രഭു. ഓക്കെ, ഗുഡ്. ഇപ്പൊ നോർസെറ്റിന്റെ എക്സാമിന്റെ രീതികളൊക്കെ അറിയാലോ. നോർസെറ്റിന്റെ എക്സാമിന്റെ രീതികളൊക്കെ അറിയാലോ. 180 ക്വസ്റ്റ്യൻസ് നേഴ്സിംഗും, 20 ക്വസ്റ്റ്യൻസിൽ GK, കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ്, മാത്സ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ ആ 20 മാർക്കിന് വലിയ പ്രയോറിറ്റി കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യുക. അറിയാവുന്ന ജനറൽ ആയിട്ടുള്ള സിമ്പിൾ GK അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. മെയിൻലി ഫോക്കസ് ഓൺ നേഴ്സിംഗ് കേട്ടോ. അപ്പൊ അതില് കഴിഞ്ഞ തവണ 2 ഷിഫ്റ്റ് ആയിട്ടാണ് എക്സാം നടത്തിയത്. ആദ്യത്തെ ഷിഫ്റ്റിൽ അറൌണ്ട് 10-15 ഇമേജസ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഷിഫ്റ്റില് സിസ്റ്റർ ഫസ്റ്റ് ടൈം ആണ്. സെക്കൻഡ് ഷിഫ്റ്റില് 4-5 ഇമേജസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എനിവേ ഒരു ആവറേജ് ഓഫ് 10 to 20 ഇമേജിനകത്ത് നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എക്സാമും കൂടിയാണ് നോർസെറ്റ് കേട്ടോ. ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടെ നോർസെറ്റിൽ കിട്ടും. പിന്നെ മെയിൻ ആയിട്ടും പറയാനുള്ളത് നോർസെറ്റ് എക്സാം ട്രിക്കി ആയിരിക്കും. ക്വസ്റ്റ്യൻസ് ട്രിക്കി ആയിരിക്കും. നിങ്ങൾ ഈ ജിബ്മറൊക്കെ എഴുതിയ പോലെ 3-4 ലൈനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2-3 വരികളൊക്കെ ചിലപ്പോൾ വായിച്ചെടുക്കാനുള്ള ക്വസ്റ്റ്യൻസ് കാണും. അതുപോലെ സിമ്പിൾ ലൈൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും കേട്ടോ. 1 വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും. അപ്പൊ കഴിഞ്ഞ വർഷം റാങ്ക് മേടിച്ചവരെല്ലാം തന്നെ പറഞ്ഞത് സെയിം നമ്മുടെ മെറ്റീരിയൽസ് കേട്ടോ. നമ്മുടെ മെറ്റീരിയൽസ് വെച്ച് പഠിച്ചു തന്നെയാണ് കിട്ടിയത്. അപ്പം നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ, അതായത് നമ്മുടെ നോട്ട്സ് കേട്ടോ, അത് തന്നെയാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്ത്. എഴുതിയ എല്ലാവർക്കും കിട്ടി കേട്ടോ. എഴുതിയ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ലിസ്റ്റിലുണ്ട് കേട്ടോ. 1-2 പേരേ ഉള്ളൂ ലിസ്റ്റിൽ വരാത്തത്. ബാക്കി കേട്ടോ അന്നും ഇതുപോലെ കണ്ട് 25-26 സ്റ്റുഡന്റ് ആണ് മൊത്തം എഴുതിയത് കേട്ടോ. അതിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടി. 20-22 പേര് കംപ്ലീറ്റ് സെലക്ടഡ് ആണ് അതിനകത്ത് കേട്ടോ. അതുപോലെ ആയിരിക്കണം ഈ ബാച്ചും, അതുപോലെ ആയിരിക്കണം. ഓൾറെഡി നമ്മൾ ഓൾ ടോപ്പിക്സുകളെല്ലാം പഠിപ്പിച്ച് തീർന്നിട്ടുണ്ട്. ഒരു ആവറേജ് ലെവലിലെല്ലാം തീർത്ത് തന്നിട്ടുണ്ട്. ഇനി ഒരു 1 റൊട്ടേഷൻ കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഓക്കെ ആവും കേട്ടോ. എനിവേ അത് പഠിക്കുക. നോട്ട്സിന് കൂടുതൽ ടൈം കൊടുക്കുക. ഞാൻ അവസാനം ഇരുന്ന് ഈ നോട്ട്സുകളൊന്നും നോക്കാതെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകൾ സെറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് ആദ്യമേ ഓർപ്പിക്കുന്നു. നോട്ട്സിന് പ്രയോറിറ്റി കൊടുക്കുക. നോട്ട്സ് 1-2 തവണ ഞാൻ പറഞ്ഞില്ല, ഷോർട്ട് നോട്ട്സുകൾ എഴുതി വായിക്കാനുള്ള സമയം ഇനിയുള്ളൂ. ഇനി നമുക്ക് വരുന്ന കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് ട്രിക്കി ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സിമ്പിൾ വേയിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം കേട്ടോ. 200 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 3 അവേഴ്സ് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം 200 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. നാളെ നമ്മൾ 200 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും കേട്ടോ. അങ്ങനെ മൊത്തം 400 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എനിവേ ഞാൻ ഫാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകും. ഇൻ കേസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, ആൻസർ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ RPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കഴിവതും നിങ്ങൾക്ക് എത്രയൊക്കെ ശരിയാവുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കണം കേട്ടോ. നിങ്ങളെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എനിക്ക് എത്ര എണ്ണം ശരിയാവുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. അനുഷ സിസ്റ്ററിന് എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തേക്കുന്നു. എന്തെങ്കിലും ചോദിക്കാണ്ടോ അനുഷ സിസ്റ്റർ? എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻ റീഡബിൾ ആണോ? ക്വസ്റ്റ്യൻ റീഡബിൾ ആണോ? ക്വസ്റ്റ്യൻ ബോർഡ് വ്യക്തമാണോ? ബോർഡ് ക്ലിയർ ആണോ ക്വസ്റ്റ്യന്റെ? ഹലോ, കേൾക്കാമോ? ബോർഡ് ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. ബോർഡ് ക്ലാരിറ്റി ഇല്ലെങ്കിൽ പറയണം.
Okay. അപ്പം ആക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ആക്റ്റീവായിട്ട് ഇരിക്കുക, പെട്ടെന്ന് ആൻസർ പറയുക കേട്ടോ, പെട്ടെന്ന് ആൻസർ പറയുക. ടൈം മാനേജ്മെന്റ് ഈസ് ഇമ്പോർട്ടൻസ്. എല്ലാവരും ഫീൽ ചെയ്തതാണ്, എല്ലാവരും എക്സ്പീരിയൻസ് അല്ലെ. ജിമ്മർ പരീക്ഷ എഴുതി ടൈം കിട്ടിയില്ല, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിച്ച് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പഠിക്കുക. മാക്സിമം 1 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻസിന് മാക്സിമം എടുക്കാവുന്ന ടൈം 1 മിനിറ്റ്. നമ്മളൊരു 45 സെക്കൻഡ് അല്ലെങ്കിൽ 30-40 സെക്കൻഡിനുള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പേഷ്യൻസ് ഗെറ്റ് ആൻ MRI ഓൺ ദ അബ്ഡോമൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ ഷുഡ് നേഴ്സ് given the patient? A patient to get an MRI of the abdomen, which of the following instruction should the nurse given the patient? Do not wear metal object during MRI, including jewelry. Do not take oral medication up to 12 hours after MRI. Do not urine prior to the MRI. Do not eat solid food 12 hours prior to the MRI. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ട്. MRI എടുക്കുമ്പോൾ നമ്മൾ എന്താണ്, മെറ്റൽ ഒബ്ജക്ട്സുകൾ അവോയ്ഡ് ചെയ്യണം അല്ലെ. വെരി ഗുഡ്, മെറ്റൽ ഒബ്ജക്ട്സ് അവോയ്ഡ് ചെയ്യണം. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. വെരി ഗുഡ്. നെക്സ്റ്റ്, എ പേഷ്യന്റ് ഈസ് സഫറിംഗ് ഫ്രം ഹാർട്ട് ഫെയിലുവർ. എ പേഷ്യന്റ് ഈസ് സഫറിംഗ് ഫ്രം ഹാർട്ട് ഫെയിലുവർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബി റെക്കമെൻഡഡ് ബൈ എ നേഴ്സ് ആസ് എ പാർട്ട് ഓഫ് പേഷ്യന്റ് ഹെൽത്ത് കെയർ പ്ലാൻ? എ പേഷ്യന്റ് ഈസ് സഫറിംഗ് ഫ്രം ഹാർട്ട് ഫെയിലുവർ. Which of the following would be recommended by nurse as a part of patient health care plan? Discouraging the diet of fruits and vegetable check the swelling of the lower limbs, encourage daily intakes of fluids, encourage vigorous exercise. പറഞ്ഞോളൂ. A patient is suffering from heart failure. Which of the following recommended by the nurse of health care? അല്ലെ, ഹാർട്ട് ഫെയിലിയർ ആകുമ്പോൾ നമുക്ക് എന്താണ്, എഡിമ അല്ലെ. ഹാർട്ട് ഫെയിലിയർ ആകുമ്പോൾ എഡിമ. അപ്പൊ എഡിമ ഓഫ് ദ ലോവർ ലിംബ് അല്ലെ, എഡിമാസ് ഓഫ് ലെഗ് എഡിമ വരും അല്ലെ. പഠിച്ചതാണ് ഓൾറെഡി. സിമ്പിൾ ആയിട്ടുള്ള ആൻസർ, ചെക്കിംഗ് ഫോർ സെല്ലിംഗ് ഓഫ് ദ ലോവർ ലിംബ്. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഷ്യന്റ് ഹാഡ് ഡയറിയ ഫോർ ദ പാസ്റ്റ് 72 hours. Diarrhea for the past 72 hours. Which of the following symptom would suspect the diagnosis of hypovolemia? A patient had diarrhea for the past 72 hours. Which of the symptoms would support the diagnosis of hypovolemic? Light colored urine output, decreased pulse rate, wet mucous membrane and check, disease spell. A patient had diarrhea for the past 72 hours. Which of the following symptoms would support the diagnosis of hypovolemic? Okay. Okay. ഇവിടെ എന്താണ്, ഡയറിയ എന്ന് പറയുമ്പോൾ 72 hours എന്ന് പറയുമ്പോൾ ഡയറിയ തുടങ്ങിയിട്ട് 3 ദിവസമായി അല്ലെ. 3 days ആയിട്ട് പേഷ്യന്റിന് ഡയറിയ ആണ് അല്ലെ. അപ്പൊ ഡയറിയ ആകുമ്പോൾ പേഷ്യന്റ് എന്തിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, ഷോക്ക് വരെ എത്താറുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഷോക്കിലാകുമ്പോൾ എന്തൊക്കെയായിരിക്കും സൈൻസ് ആൻഡ് സിംറ്റംസ്? ടക്കികാർഡിയ അല്ലെ, ടക്കികാർഡിയ, ഹൈപ്പോടെൻഷൻ അല്ലെ, ഹൈപ്പോടെൻഷൻ. പിന്നെ സിവിയർ ആകുമ്പോൾ എന്തായിട്ട് മാറും, കൺഫ്യൂഷൻ അല്ലെ. അപ്പൊ കൺഫ്യൂഷൻ ഇതിനകത്ത് ഏതെങ്കിലും ഉണ്ടോ? വേഡ്, ഇതിൽ കൺഫ്യൂഷൻ എടുക്കാൻ പറ്റുന്ന വേഡ് ഏതെങ്കിലും ഉണ്ടോ? ടക്കികാർഡിയ ഓപ്ഷനിൽ ഇല്ല, ഹൈപ്പോടെൻഷൻ ഇല്ല അല്ലെ. പിന്നെ നമുക്കറിയാം ഒളിഗൂറിയ ആയിരിക്കും അല്ലെ. ഒളിഗൂറിയ എന്തായാലും ഓപ്ഷനിനകത്ത് ഒളിഗൂറിയം വന്നിട്ടില്ല അല്ലെ. അപ്പം നമുക്ക് കൺഫ്യൂഷൻ എടുക്കാൻ പറ്റിയ ഓപ്ഷൻ ഏതാണ്? ഏതാണ് ഇതിൽ കൺഫ്യൂഷൻ എടുക്കാൻ പറ്റിയ ഓപ്ഷൻ? ഡിസിനസ് അല്ലെ. ഡിസിനസ് എന്ന് പറയുമ്പോൾ നമ്മള് ICP-യുമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലെ. വെർട്ടിഗോ, ഡിസിനസ്, കൺഫ്യൂഷൻ കേട്ടോ. ഒരു അല്ല, കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ടോ വെർട്ടിഗോ ഉണ്ടോ എന്ന് നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഡിസിനസ് കേട്ടോ. എനിവേ ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്തതുണ്ടോ എന്ന് നോക്കുക. മനസ്സിലായോ? ആൻസർ ക്ലിയർ ആയോ? തെറ്റിയവർക്ക് മനസ്സിലായോ? തെറ്റിയവർക്ക് മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ശ്രദ്ധിച്ചോണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ഡിസീസ് സ്പെൽ ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following infectious control methods? Which of the following infectious control methods should be used when caring for a patient with bacterial pneumonia? Bacterial pneumonia. Wear mask when taking vitamins. Do not allow flowers in the patient room. Require the patient to use disposable eating utensils. Do not allow visitors.
ഏതായിരിക്കും? Following infectious control method should be checked when caring of the patients with bacterial pneumonia. ഓക്കെ, വെരി ഗുഡ് അല്ലെ. ബാക്ടീരിയ ന്യൂമോണിയ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ബാക്ടീരിയ ന്യൂമോണിയയുടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ്? ഡ്രോപ്ലെറ്റ് അല്ലെ, മെയിൻലി ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആയിരിക്കും അല്ലെ, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ പ്രിവെന്റീവ് മെഷേഴ്സ് ആയിട്ട് എന്ത് ഉപയോഗിക്കണം? മാസ്ക് അല്ലെ, മാസ്ക് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, വെയർ എ മാസ്ക് വെൻ ടേക്കിംഗ് വൈറ്റൽ സയൻസ്. കേട്ടോ, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കേട്ടോ, ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. കേട്ടോ, അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിരിക്കും നോസെറ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ളൂ. കേട്ടോ, നെക്സ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് തെറ്റിച്ചവരുണ്ട്, ശ്രദ്ധിച്ചോണം. കേട്ടോ, നെക്സ്റ്റ് a patient is having tonic-clonic seizure. A patient having tonic-clonic seizure. A nurse should take which of the following steps? A patient having tonic-clonic seizure. A nurse should take which of the? Put a pillow under the patient's head. Put a restraint on the patient. Use tongue blade on the patient. Lay the patient on his back. ഏതായിരിക്കും? ഇപ്പൊ ടോണിക് ക്ലോണിക് സീഷർ എന്ന് പറയുമ്പോൾ എന്താണ്? മയോക്ലോണിക് പേഷ്യന്റ് എന്തുണ്ട്? മൂവ്മെന്റ് ഉണ്ട്, ശരിയല്ലേ? മയോക്ലോണിക് ആയിട്ടുള്ള എന്ത് സ്റ്റിഫനിങ്ങും പിന്നെ അൺകൺട്രോൾഡ് ജെർക്കി മൂവ്മെന്റും ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? സീഷർ. ഇപ്പൊ ഹാവിങ് എന്ന് പറയുമ്പോൾ അവിടെ ഡ്യൂറിങ് സീഷർ ആണ് ഉദ്ദേശിക്കുന്നത്. കേട്ടോ, ഹാവിങ് ടോണിക് ക്ലോണിക് സീഷറിൽ നമ്മൾ ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ് എടുക്കേണ്ട ഹെഡ് പ്രൊട്ടക്ഷൻ ആണ്. കേട്ടോ, ടങ് ബ്ലേഡ് അല്ല. കേട്ടോ, ഹെഡ് ഇഞ്ചറി ആണ് ഇമ്പോർട്ടൻസ്. കേട്ടോ, നോട്ടിലുണ്ട്, ഞാൻ പഠിപ്പിച്ചു. കേട്ടോ, നമുക്ക് ഇഞ്ചറി ആണ് പ്രയോറിറ്റി. കേട്ടോ, പ്രയോറിറ്റി ഈസ് ഇഞ്ചറി, ഹെഡ് ഇഞ്ചറി പ്രിവെൻഷൻ. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നോർസെറ്റ്. പുട്ട് എ പില്ലോ അണ്ടർ ദ പേഷ്യൻസ് ഹെഡ്. പുട്ട് ദ പില്ലോ അണ്ടർ ദ പേഷ്യൻസ് ഹെഡ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. കേട്ടോ, ഓപ്ഷൻ എ ഈസ് ദ പുട്ട് എ പില്ലോ അണ്ടർ ദ പേഷ്യൻസ് ഹെഡ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് lab test is considered as point care testing? Point care testing. Which of the following lab tests would be considered as point of care testing? Urine analysis, sputum culture, complete metabolic panel, blood glucose. Which of the following lab tests would be considered as point care testing? Point of care testing എന്ന് നമ്മൾ വിളിക്കുന്നത് ഏതിനാണ്? Point of care testing is called it as blood glucose level. കേട്ടോ, blood glucose level. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി is the correct answer. Okay, very good. Option D is the correct answer. Next question. A nurse is working in a telemetry unit. Patient is working in a telemetry unit. Receive call that a patient ECG rhythm has transitioned to atrial fibrillation. ECG, atrial fibrillation. Which medication is the patient likely to receive long-term relation to the diagnosis? ഏതായിരിക്കും? വാർഫാറിൻ, ഹെപ്പാരിൻ, ഫ്രൂസിമൈഡ്, ആൽബിട്രോൾ. ഏതായിരിക്കും? A nurse working in the telemetry unit receives a call that patient ECG rhythm transferred to atrial fibrillation. അല്ലെ, അപ്പൊ ഏട്രിയൽ ഫിബ്രിലേഷന് നമ്മൾ ഏതായിരിക്കും ഡ്രഗ് ഓഫ് ചോയ്സ്? അതും നമുക്ക് ലോങ് ടൈം ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ. ഏട്രിയൽ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ ലോങ് ടൈം ആണെങ്കിൽ വാർഫാറിൻ, ഷോർട്ട് ടൈം ആണെങ്കിൽ ഹെപ്പാരിൻ. കേട്ടോ, ഇമ്പോർട്ടൻസ്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കീവേഡ് ഉണ്ട്. ഏട്രിയൽ ഫിബ്രിലേഷന് ആന്റികോയാഗുലന്റ് ആണ് ഡ്രഗ് ഓഫ് അല്ലെ, ഏട്രിയൽ ഫിബ്രിലേഷൻസ്. ഓക്കെ, ഏട്രിയൽ ഫിബ്രിലേഷൻ അതുപോലെ വേറൊരു കണ്ടീഷൻ ഉണ്ട് അതിന്റെ കൂടെ തന്നെ. ഏതാണ്? ഏട്രിയൽ ഫിബ്രിലേഷൻ അതിന്റെ കൂടെ തന്നെ വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഏതാണ്? ആന്റികോയാഗുലന്റ് കൊടുക്കണ്ട. സിക്സാഗ് മാനറിൽ ECG വരുന്ന ഏതാണ്? സിക്സാഗ് മാനറിൽ നമുക്ക് ECG കിട്ടുന്ന സാ ടൂത്ത് അപ്പിയറൻസ്. ഏട്രിയൽ ഫിബ്രിലേഷനും ഏട്രിയൽ ഫ്ലട്ടറും. വെരി ഗുഡ്. കേട്ടോ, ഏട്രിയൽ ഫ്ലട്ടർ, വെരി ഗുഡ്. കേട്ടോ, ഏട്രിയൽ ഫ്ലട്ടറിലും ഏട്രിയൽ ഫിബ്രിലേഷനും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറയുന്ന എന്താണ്? കോയാഗുലന്റ്. കേട്ടോ, ഏട്രിയൽ ഓറൽ ആന്റികോയാഗുലന്റ്. ഓക്കെ, ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ഈസ് വാർഫാരിൻ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, the palliative care nurse is caring for a client with advanced multiple myeloma. Which intervention is most appropriate?
മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇന്റർവെൻഷൻ മൾട്ടിപ്പിൾ മൈലോമ അല്ലെ. മൈലോമ എന്ന് പറയുമ്പോൾ ട്യൂമർ ഓഫ് ദ കണക്റ്റീവ് ടിഷ്യൂ ട്യൂമർ അല്ലെ. ബ്ലഡ് മെയിൻലി പ്ലേറ്റ്ലെറ്റ് അല്ലെ എല്ലാത്തിനും. അപ്പൊ ജെന്റിൽ റീപൊസിഷനിങ് ടെക്നിക്, മോണിറ്റർ ബ്ലഡ് വർക്ക് ഫോർ ഹൈപ്പോകാൽസീമിയ, ലിമിറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഒപ്പോയിഡ് മെഡിക്കേഷൻസ്, മെയിൻറ്റെയിൻ ഫ്ലൂയിഡ് ഇൻടേക്ക് ഓഫ് മൾട്ടിപ്പിൾ മൈലോമ അല്ലെ. കണക്റ്റീവ് ടിഷ്യൂ ട്യൂമർ ആണ് നമുക്ക് മൾട്ടിപ്പിൾ മൈലോമ വരുന്നത് അല്ലെ. അപ്പൊ മെയിൻലി അഫക്ട് ചെയ്യുന്ന ബ്ലഡ് ബോണിനെയൊക്കെ എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ നമ്മളോട് ഇന്റർവെൻഷൻ ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ. മോസ്റ്റ് വിച്ച് ഇന്റർവെൻഷൻ ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്, ഏതായിരിക്കും? അപ്പൊ അവിടെ നേഴ്സിംഗ് കെയർ ആണ്. അപ്പൊ ഇമ്പോർട്ടൻസ് നേഴ്സിംഗ് കെയർ എന്താണ്? മൾട്ടിപ്പിൾ മൈലോമ പേഷ്യൻസിന് എന്ത് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്? ഫ്രാക്ചർ അല്ലെ. എന്ത് ഫ്രാക്ചർ ആണ്? പതോളജിക്കൽ ഫ്രാക്ചർ ഉണ്ടാവും കേട്ടോ. അതായത് ബോണിലുള്ള കാൽസ്യം എല്ലാം കൂടി ഇനി ബ്ലഡിലോട്ട് വരും കേട്ടോ. ബ്ലഡിൽ കാൽസ്യം ബോണിൽ നിന്ന് ഡീമിനറലൈസേഷൻ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ബോണ് ബ്രേക്ക് ഒക്കെ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നല്ല പൊസിഷനിങ് കേട്ടോ. പൊസിഷനിങ് ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. മനസ്സിലായോ? ക്ലിയർ ആയോ? ആൻസർ കത്തിയോ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. യൂസ് ഓഫ് ജെന്റിൽ റീപൊസിഷനിങ് ടെക്നിക്. ഓക്കെ, മനസ്സിലായല്ലോ? മൾട്ടിപ്പിൾ മൈലോമയുടെ പ്രയോറിറ്റി എന്ന് പറയുന്ന പൊസിഷനിങ് ആണ് കേട്ടോ. മനസ്സിലായോ? മറിഞ്ഞൂടാത്തവര് നെക്സ്റ്റ് നോട്ട് ചെയ്യുക. മൾട്ടിപ്പിൾ മൈലോമ പ്രയോറിറ്റി ഈസ് പൊസിഷൻ കേട്ടോ. പൊസിഷൻ ഈസ് ദ പ്രയോറിറ്റി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Difficulty is chewing and swallowing. What is the appropriate diet for the client? Difficulty of chewing and swallowing. What is the appropriate diet for the client? Clear liquid, full liquid, pureed diet, mechanically soft diet. Difficulty chewing, swallowing ഉള്ള പേഷ്യന്റ് എന്ന് പറയുന്ന ആരാണ്? ഡിഫിക്കൽട്ട് ചൂയിങ് ആൻഡ് സ്വാളോയിങ് ഉള്ള പേഷ്യന്റ് ഏത് ടൈപ്സ് പേഷ്യന്റ് ആണ്? ഷോക്ക് പേഷ്യന്റ് അല്ലെ. സ്ട്രോക്ക് വന്നിട്ടുള്ള പേഷ്യന്റ് ആണ് അല്ലെ. സ്ട്രോക്ക് വന്നിട്ടുള്ള പേഷ്യന്റ് ആണ് നമ്മൾ അല്ലെ. അവർക്ക് എന്തിൽ ഇതാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്? എന്താണ് അവോയ്ഡ് ചെയ്യേണ്ടത്? എന്ത് ഡയറ്റ് ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്? തിൻ ലിക്വിഡ് അല്ലെ. തിൻ ലിക്വിഡ് നമ്മൾ അവോയ്ഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഇതിൽ ഏതൊക്കെയുണ്ട് ലിക്വിഡ് ഓപ്ഷൻ? ഏതൊക്കെയുണ്ട്? ക്ലിയർ ലിക്വിഡ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അല്ലെ. ഫുൾ ലിക്വിഡും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് എ ലിക്വിഡ് അല്ലെ. ഇനി പ്യൂരിഡ് എന്ന് പറയുന്നത് എന്താണ്? പ്യൂരിഡ് ജ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് ആണ് കേട്ടോ. പ്യൂരിഡ് എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. അതേസമയം സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ആണ് അല്ലെ. സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത് സോളിഡ് ആണ്. പിന്നെ എന്താണ്? ഈസി ടു ചൂയിങ് ആണ് അല്ലെ. ചൂയിങ് ചെയ്യാനും പ്രശ്നമില്ല അല്ലെ. അപ്പൊ ഇവിടെ മെക്കാനിക്കൽ സോഫ്റ്റ് ഡയറ്റ് ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായോ? ആൻസർ ചെയ്യാൻ ക്ലിയർ ആയോ? തെറ്റിയല്ലോ. ഓക്കെ, തെറ്റരുത് കേട്ടോ. ആൻസർ ഈസ് മെക്കാനിക്കൽ സോഫ്റ്റ് ഡയറ്റ്. മെക്കാനിക്കൽ സോഫ്റ്റ് ഡയറ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. മെക്കാനിക്കൽ സോഫ്റ്റ് ഡയറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഷ്യന്റ് ഡയഗ്നോസിസ് വിത്ത് ക്രോൺസ് ഡിസീസ്. എ പേഷ്യന്റ് ഡയഗ്നോസിസ് വിത്ത് ക്രോൺസ് ഡിസീസ് and has new colostomy. When assessing the patient's stoma, which of these would alert the healthcare provider that stoma has a retracted stoma? Patient diagnosed with Crohn's disease. Crohn's disease ആയിട്ടുള്ള പേഷ്യൻസിന് ഒരു കൊളോസ്റ്റമി ചെയ്തു അല്ലെ. സ്റ്റോമയിൽ റിട്രാക്റ്റഡ് സ്റ്റോമ എന്ന് പറയുന്നത് എന്താണ്? ഡ്രൈ ആൻഡ് റെഡിഷ് പർപ്പിൾ, കോൺകേവ് ബവൽ ഷേപ്ഡ്, നാരോ ഫ്ലാറ്റൻഡ്, പിങ്കിഷ് റെഡ് ആൻഡ് മോയിസ്റ്റ്. ഏതായിരിക്കും? റിട്രാക്റ്റഡ് സ്റ്റോമ എന്ന് പറയുമ്പോൾ സ്റ്റോമ എന്ത് ചെയ്തു? ഇനി പുറത്തോട്ട് വന്ന് നിൽക്കുന്നു അല്ലെ. റിട്രാക്റ്റഡ് സ്റ്റോമ എന്ന് പറയുമ്പോൾ സ്റ്റോമ പുറത്തോട്ട് വന്ന് നിൽക്കുന്നു അല്ലെ. അപ്പൊ പുറത്തോട്ട് വരുന്തോറും ഇത് എന്തായിട്ട് മാറും? ഇതിന്റെ ഷേപ്പ് വലുതായി ഒരു ബവൽ ഷേപ്പ് ആയിട്ട് മാറും അല്ലെ. ഒരു ബവൽ ഷേപ്പ് ആയിട്ട് മാറും. അതുപോലെ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്ന എന്തായിട്ട് മാറും? കോൺകേവ് ഷേപ്പ് ആയിട്ട് മാറും കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് കേട്ടോ. കോൺകേവ് ആൻഡ് ബവൽ ഷേപ്പ് അല്ലെ. പിങ്ക് റെഡ് മോയിസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ ആണ് അല്ലെ. ഡ്രൈ റെഡിഷ് എന്ന് പറയുമ്പോൾ അവിടെ സർക്കുലേഷൻ ഒക്കെ കുറഞ്ഞു വരുന്നു എന്നാണ് ഇഷ്ടം കേട്ടോ. സ്റ്റീനോസിസ് അടിക്കുമ്പോഴാണ് നാരോ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സ്റ്റോമ വെട്ടുന്നത് കേട്ടോ. സ്റ്റോമ സ്റ്റീനോസിസ് അടിക്കും അല്ലെ. എന്നാണ് സ്റ്റോമ ഓപ്പണിങ് നാരോ ആയിട്ട് കേട്ടോ. എനിവേ നമ്മൾ റിട്രാക്റ്റഡ് സ്റ്റോമ എന്ന് പറയുമ്പോൾ നോർമൽ സ്റ്റോമയേക്കാൾ അത് 2.5 സെന്റിമീറ്ററും കൂടെ പുറത്തോട്ട് വരുമ്പോഴാണ് നമ്മൾ റിട്രാക്റ്റഡ് സ്റ്റോമ എന്ന് വിളിക്കുന്നത് കേട്ടോ. നോർമൽ സ്റ്റോമ മോർ ദാൻ 2.5 സെന്റിമീറ്റർ പുറത്തോട്ട് റിട്രാക്ട് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിട്രാക്റ്റഡ് സ്റ്റോമ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, കോൺകേവ് ആൻഡ് ബവൽ ഷേപ്ഡ് ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ?
എഴുതി വെച്ചോ. അറിഞ്ഞൂടാത്തവരൊക്കെ നോട്ടിൽ കോപ്പി ചെയ്തോളൂ. അറിഞ്ഞവർക്ക് പ്രശ്നമില്ല, അറിയാത്തവര് എഴുതിക്കോ. നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തല്ലോ? നോട്ട് ചെയ്തോ? ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. കേട്ടോ, ഡ്രൈ ഡസ്കി റെഡിഷ് സ്റ്റോമ ഇൻഡിക്കേറ്റ് ഇസ്കീമിയ. അതൊക്കെ നമ്മൾ ഓൾറെഡി നോട്ടിലുണ്ട്. നാരോ ഫ്ലാറ്റൻഡ് കൺസ്ട്രിക്റ്റഡ് സ്റ്റോമ ഇൻഡിക്കേറ്റ് സ്റ്റീനോസിസ്. കേട്ടോ, കോൺകേവ് ബൗൾ ഷേപ്ഡ് സ്റ്റോമ ഇസ് റിട്രാക്റ്റഡ് സ്റ്റോമ. കേട്ടോ, ഓക്കെ. റിട്രാക്റ്റഡ് സ്റ്റോമ വന്നു കഴിഞ്ഞാൽ ബെഡ്സോർ ഒക്കെ വരും. കേട്ടോ, സ്റ്റോമയ്ക്ക് ചുറ്റുമുള്ള സ്കിന്നൊക്കെ ബ്രേക്ക് ഡൗൺ ആവും, ലീക്കേജ് ഉണ്ടാവും, ലീഡിങ് ഉണ്ടാവും. കേട്ടോ, നോർമൽ സ്റ്റോമ എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കാവുള്ളൂ. 2.5 സെന്റിമീറ്റർ കൂടുതൽ പ്രൊട്രൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റിട്രാക്റ്റഡ് സ്റ്റോമ എന്ന് വിളിക്കും. സ്റ്റോമ ഇങ്ങനെ പുറത്തു വന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. A client returns to the unit after abdominal surgery. Client returns to the unit after abdominal surgery. While monitoring the client, the nurse observed moderate amount of red blood in the dressing. Client returned to unit after abdominal surgery. Abdominal surgery കഴിഞ്ഞ് പുറത്തു വന്നു. അല്ലെ, moderate amount of red blood on the dressing. The nurse documented this type of wound drainage as sanguinous, serosanguinous, serous drainage, purulent drainage. ബ്ലഡ് മാത്രം ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത്? റെഡ് മാത്രം ഉണ്ടെങ്കിൽ സീറസ് ആണ്. സീറസ് എന്ന് പറയുമ്പോൾ വാട്ടറി ക്ലിയർ ഫ്ലൂയിഡ് അല്ലെ. സാങ്കുനസ് എന്ന് പറയുമ്പോൾ ബ്ലഡ്. ഇനി ബ്ലഡും വാട്ടറും കൂടെ ഉള്ള കലങ്ങിയുള്ളത് വന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ബ്ലഡ് വരികയാണെങ്കിൽ നമ്മൾ സീറോ സാങ്കുനൻ. പസ് വരുവാണെങ്കിൽ പ്യൂറിലന്റ് ഡിസ്ചാർജ്. കേട്ടോ, ആൻസർ ഈസ് സാങ്കുനസ് ഡ്രെയിനേജ് ആണ് കറക്റ്റ് ആൻസർ. കേട്ടോ, സാങ്കുനസ് ഡ്രെയിനേജ്. ഓക്കെ, അപ്പൊ ആ ഡ്രെയിനേജ് ടൈപ്സ് എഴുതിക്കോ. കേട്ടോ, നോട്ട്സ് ആയിട്ട് എഴുതിക്കോ ഡ്രെയിനേജ് ടൈപ്സ്. കേട്ടോ, സീറസ് ഡ്രെയിനേജ് എന്ന് പറയുന്ന സീറസ് ഡ്രെയിനേജ് മീൻസ് ക്ലിയർ ആൻഡ് തിന്നി, ക്ലിയർ ആൻഡ് തിൻ ആയിട്ടുള്ള ഡ്രെയിൻസ്. കേട്ടോ, ഒരു ഹെൽത്തി വൂണ്ടിന്റെ ലക്ഷണമാണ് സീറസ് ഡ്രെയിനേജ്. കേട്ടോ, ഒരു ഹെൽത്തി വൂണ്ട് എന്ന് പറയുമ്പോൾ അത് സീറസ് ഡ്രെയിനേജ് ആയിരിക്കും. കേട്ടോ, ക്ലിയർ ആയിരിക്കും, തിൻ ആയിരിക്കും. കേട്ടോ, സീറോ സാങ്കുനസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ആണ്. കേട്ടോ, ബ്ലഡും കൂടെ മിക്സ് ആയിട്ടുള്ള ക്ലിയർ തിൻ ആയിരിക്കും. ഇനിഷ്യലി സീറോ സാങ്കുനസ് ഡ്രെയിനേജ് നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? നോർമൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. കേട്ടോ, ഇനി സാങ്കുനസ് എന്ന് പറയുമ്പോൾ ഓൺലി ബ്ലഡ്. കേട്ടോ, ഇവിടെ അത് എടുത്തു പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ റെഡ് ബ്ലഡ് എന്ന് അല്ലെ. അപ്പൊ അവിടെ ബ്ലഡ് എന്ന് കൺഫേം ചെയ്യാം. ബ്ലഡ് കൺഫേം ചെയ്താൽ സാങ്കുനസ് ഡ്രെയിനേജ്. കേട്ടോ, സാങ്കുനസ്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം RBC അല്ലെ. ഇവിടെയൊക്കെ പിന്നെ പ്യൂറിലന്റ് എന്ന് പറയുമ്പോൾ WBC, പസ് അല്ലെ. വൈറ്റ് അല്ലെങ്കിൽ പസ് അല്ലെങ്കിൽ തിക്ക് ഡ്രെയിനേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്യൂറിലന്റ് ഡ്രെയിനേജ്. മനസ്സിലായോ? 4 types of drainage important for the NORCET question. Very important. Previous questions. മനസ്സിലായോ? മനസ്സിലായല്ലോ? എഴുതിയോ? 4 types drainage എഴുതിയോ? 4 types drainage എഴുതിയോ? നോട്ട് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? സാങ്കുനസ് ഈസ് ബ്ലഡ്, സീറോ സാങ്കുനസ് ബ്ലഡ് വിത്ത് എന്താണ്? ക്ലിയർ തിൻ സെക്രീഷൻസ്. സീറസിൽ ഓൺലി തിൻ ആൻഡ് ക്ലിയർ സെക്രീഷൻ. പിന്നെ പ്യൂറിലന്റ് ഈസ് പസ്. ക്ലിയർ ആണല്ലോ? ഇത്രയും പഠിച്ചാൽ മതി. കേട്ടോ, നെക്സ്റ്റ്. ആഫ്റ്റർ എംഡിങ് എ ജാക്സൺ പാറ്റ് ഡ്രെയിനേജ്. കേട്ടോ, ജാക്സൺ പാറ്റ് ഡ്രെയിനിന്റെ ഇമേജ് നോക്കിക്കോണം. ക്വസ്റ്റ്യൻ ആണ് ജാക്സൺ പാറ്റ്. ഇനി അല്ലെങ്കിൽ നമുക്ക് വരുന്നുണ്ട് ഇമേജ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, കയറി വരും. കേട്ടോ, ആഫ്റ്റർ എംഡിങ് എ ജാക്സൺ പാറ്റ് ഡ്രെയിനേജ് അല്ലെ, ജാക്സൺ പാറ്റ് ഡ്രെയിനേജ്, ഹൗ ഡസ് ദ നേഴ്സ് re-establish negative pressure in the system? After emptying a Jackson Pat drainage bulb, how does the nurse re-establish negative pressure in the system? Fill the bulb with sterile saline solution, compress the bulb and close the valve, open the valve and fill the bulb with air, place the bulb lower than client bodies. എന്താണ് നമ്മൾ ചെയ്യുന്ന?
അപ്പം നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചെസ്റ്റ് വൂണ്ട് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ട്രോമ വാക്ക് ഡ്രെയിൻ ആയാലും ജാപ്സം വാറ്റ് എല്ലാം ആണെങ്കിലും ആദ്യം എന്ത് ചെയ്യും, ഇത് പ്രസ് ചെയ്യും അല്ലെ, നല്ലോണം പ്രസ് ചെയ്ത് വാൽവ് ക്ലോസ് ചെയ്ത് പ്രസ് ചെയ്ത് വെക്കും അല്ലെ, എന്നിട്ട് പതുക്കെ പതുക്കെ ഇതിൽ എയർ വിഡ്രോ ചെയ്ത് അല്ലെ. ഇവിടെ ആൻസർ ഇസ് ഓപ്ഷൻ ബി അല്ലെ, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ആൻസർ ഇസ് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When cleaning the perineal area around the site of an interlink catheter, the nurse should. When cleaning the perineal area around the site of an interlink catheter, the nurse should apply powder after giving perineal care, vigorously wash the periurethral area, scrub the tubing towards the urinary meatus, wipe the catheter away from the urinary meatus. ഏതായിരിക്കും? ആദ്യം തന്നെ പറയാം, കത്തീറ്റർ കെയർ അല്ലെങ്കിൽ പെരിനിയൽ കെയർ കൊടുക്കുന്ന നമ്മൾ എന്ത് സൊല്യൂഷൻ വെച്ചിട്ടാണ്? കത്തീറ്റർ കെയർ ഓർ പെരിനിയൽ കെയർ കൊടുക്കുന്ന സൊല്യൂഷൻ എന്താണ്? പറ. സൊല്യൂഷൻ ഗിവിംഗ് കത്തീറ്റർ കെയർ ഓർ പെരിനിയൽ കെയർ ഏത് സൊല്യൂഷൻ ആണ്? ബെറ്റാഡിൻ ആണോ? ബെറ്റാഡിൻ ആണോ? ബെറ്റാഡിൻ അല്ല കേട്ടോ, ബെറ്റാഡിൻ നേരത്തെ ആയിരുന്നു, അതിപ്പം ബാൻ ചെയ്തു കേട്ടോ. ബെറ്റാഡിൻ ബാൻ ചെയ്തു. NS അല്ല, സോപ്പ് ആൻഡ് വാട്ടർ കേട്ടോ, സോപ്പ് ആൻഡ് വാട്ടർ. NS അല്ല, ബീറ്റാഡിനും അല്ല, സോപ്പ് ആൻഡ് വാട്ടർ കേട്ടോ. സോപ്പ് ആൻഡ് വാട്ടർ ആണ് പെരിനിയൽ കെയറും കത്തീറ്റർ കെയറും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ, യൂസ് ചെയ്യുന്ന സോപ്പ് ആൻഡ് വാട്ടർ ആണ് കേട്ടോ. NS എല്ലാം മാറ്റിയിട്ടുണ്ട്, ഇപ്പൊ സോപ്പ് ആൻഡ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അവിടെ ഇമ്പോർട്ടൻസ് ആണ്, നമ്മൾ വൈപ്പ് ചെയ്യണം അല്ലെ. ഇത് കൊടുത്തതിന് ശേഷം വൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? യൂറിനറി മിയാറ്റസിൽ നിന്ന് എവേ ആയിട്ട് വേണം വൈപ്പ് ചെയ്യാൻ അല്ലെ. അതായത് ഈ കത്തീറ്റർ അല്ലെ, കത്തീറ്റർ വൈപ്പ് ചെയ്യേണ്ടത് യൂറിനറി മിയാറ്റസിൽ നിന്ന് എബോ ആയിട്ട് വേണം വൈപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ബീറ്റാഡിന് NS ഒന്നും എഴുതി വെക്കല്. ഇത് ചോദിച്ചോ, എല്ലായിടത്തും ചോദിച്ചോ ക്വസ്റ്റ്യൻ? എവിടെയെങ്കിലും ചോദിച്ചോ കേട്ടോ? അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. പെരിനിയൽ കെയർ ഈസ് സോപ്പ് ആൻഡ് വാട്ടർ ആണ് ലേറ്റസ്റ്റ് ട്രെൻഡ് കേട്ടോ. ലേറ്റസ്റ്റ് ഇതെന്ന് പറയുന്നത് സോപ്പ് ആൻഡ് വാട്ടർ. ഓക്കെ, വൈപ്പ് ദ കത്തീറ്റർ അവേ ഫ്രം ദ യൂറിനറി മിയാറ്റസ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, വൂണ്ട് ക്ലീൻ NS, വൂണ്ട് ക്ലീൻ NS കേട്ടോ. അങ്ങനെയാണ് ചോദിച്ചത്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഷ്യന്റ് വിത്ത് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ്, total hip replacement required certain equipment for recovery. Which of the following will assist the patient activities of daily living? Activities of daily living: abduction pillow, tense unit, high seat commode, recliner. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു കീവേഡ് ഉണ്ട്, അത് വെച്ച് വേണം നിങ്ങൾ ആൻസർ പറയാൻ. എന്താണ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്? പേഷ്യന്റ് രാവിലെ ബ്രഷ് ചെയ്യുന്നു അല്ലെ, പേഷ്യന്റ് രാവിലെ കോംബ് ചെയ്യുന്നു, ഹെഡ് ബാത്ത് എടുക്കുന്നു അല്ലെ, ഹെഡ് ബാത്ത് എടുക്കുന്നു, അതുപോലെ ടോയ്ലറ്റിംഗ് ചെയ്യുന്നു, ഡ്രസ് ചേഞ്ച് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മൾ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനു വേണ്ടി പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന എന്തായിരിക്കും? എന്തായിരിക്കും? ഇറ്റ് ഈസ് ഹൈ സീറ്റ് കമോഡ് കേട്ടോ, ഹൈ സീറ്റ് കമോഡ്. ഈ അബ്ഡക്ഷൻ പില്ലോ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അബ്ഡക്ഷൻ പില്ലോ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അബ്ഡക്ഷൻ പില്ലോ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഹിപ്പ് റീപ്ലേസ്മെന്റിന്റെ പ്രോസ്തസിസ് ഡിവൈസ് കേട്ടോ, പ്രോസ്തസിസ് ഡിവൈസ് സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അബ്ഡക്ഷൻ പില്ലോ അല്ലെ. പ്രിവെന്റ് ഇന്റേണൽ റൊട്ടേഷൻ. വെരി ഗുഡ്. ഓക്കെ. അതായത് ഹിപ്പ് ഇതിന് നമ്മൾ വെച്ചേക്കുന്ന അല്ലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നമ്മുടെ അല്ലെ ഹിപ്പ്, അത് എന്ത് ചെയ്യാനുള്ള, അവിടെ നിന്ന് സ്ലിപ്പായി പോകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അബ്ഡക്ഷൻ പില്ലോ. ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് കേട്ടോ. ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ബ്രഷിംഗ്, കോമ്പിംഗ്, ഹെഡ് ബാത്ത്, കെയർ, ടോയ്ലറ്റിംഗ്, അതാണ് വരുന്നത്. അപ്പൊ അതിന് സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഹൈ സീറ്റ് കമോഡ് വെച്ച് വേണം എന്ത് ചെയ്യാൻ, ടോയ്ലറ്റിംഗ് കൊടുക്കേണ്ടത് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് കേട്ടോ. ട്രാൻസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ എന്ന് പറയുമ്പോൾ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. റിക്ലൈനർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പിടിച്ചു കയറാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. ഓക്കെ, അതൊന്നും അല്ല ഇവിടെ ഇമ്പോർട്ടൻസ് ഫോർ ഹൈ സീറ്റ് കമോഡ്. ഓക്കെ, മനസ്സിലായോ? തെറ്റിയവർക്കൊക്കെ മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റിലോട്ട് നമുക്ക് വരാം. എ ക്ലയന്റ് വിത്ത് ക്രോണിക് റീനൽ ഫെയിലിയർ CRF is learning to perform peritoneal dialysis at home. The nurse instructs the client to warm the dialysis solution 37 degrees Celsius.
So that it will be maintain constant body temperature, relax abdominal muscles, remove toxin from the body cells, dilate the peritoneal vessels. ഡയാലിസിസ് സൊല്യൂഷൻ വാം ചെയ്ത് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് കൊടുക്കുന്ന എന്തിനാണ്? നോട്ടിൽ ഇല്ലാത്ത ഒരു പോയിന്റ് ആണ്. എനിവേ എയിംസിലും എല്ലാം ചോദിക്കുകയാണെങ്കിൽ എഴുതിക്കോണം. എന്തായിരിക്കും റീസൺ? എന്തായിരിക്കും റീസൺ? അപ്പൊ പെരിറ്റോണിയൽ മെമ്പറും ഡയാലിസിസ് സൊല്യൂഷനും തമ്മിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പൊ പെരിറ്റോണിയൽ മെമ്പറൈൻ ഡയാലിസിസ് സൊല്യൂഷൻസ് അല്ലെ. അപ്പൊ എന്തായിരിക്കും ഇവിടെ റീസൺ? വെരി ഗുഡ് കേട്ടോ, വെരി ഗുഡ്. കാരണം പെരിറ്റോണിയൽ മെമ്പറിൽ എന്തുണ്ട്? ദർ ഈസ് എ ബ്ലഡ് വെസൽസ് അല്ലെ. ബ്ലഡ് വെസൽസ് വേണം. അപ്പൊ ഈ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യണമെങ്കിൽ ഹോട്ട് ആപ്ലിക്കേഷൻ കേട്ടോ. അപ്പൊ ആ ഹോട്ട് ആപ്ലിക്കേഷന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഡയാലിസൈറ്റ് സൊല്യൂഷൻ വാം ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അറിഞ്ഞുകൂടാത്തവർ എഴുതിക്കോണം. ഡയലേറ്റ് ദ പെരിറ്റോണിയൽ ബ്ലഡ് വെസൽസ് കേട്ടോ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. CRF പെരിറ്റോണിയൽ ഡയാലിസിസ് സൊല്യൂഷൻ വാം ചെയ്യേണ്ട എന്താണ് കേട്ടോ. അപ്പൊ നമ്മൾ വാം സൊല്യൂഷൻ ബോഡി ടെമ്പറേച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതും. കാരണം നമ്മൾ ബ്ലഡ് അല്ലെ, ബ്ലഡ് ബാഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് വാം ചെയ്തിട്ടാണ് ബ്ലഡ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ആ ഒരു ഓർമ്മ വെച്ച് എഴുതരുത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് കേട്ടോ. ഓക്കെ, ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായവര് എഴുതിക്കോ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ക്ലയന്റ് ഹാർഡ് pressure ulcer on the sacrum region pressure ulcer. While assessing, nurse observed that has a partial thickness, loss of dermis and red pink wood bed. Which of the stage nurse this pressure ulcer? Stage 2, stage 3, stage 1, stage 4. A, B, C, D. ഏതാണ് ഓപ്ഷൻ പറഞ്ഞു? പാർഷ്യൽ തിക്നെസ് ലോസ് വരുന്ന ഏതിലാണ്? ഡെർമിസ് വരെ ലോസ് വന്നിട്ടുള്ളു അല്ലെ. ഡെർമിസ് വരെ ലോസ് വന്നിട്ടുള്ളു അല്ലെ. ഇറ്റ് ഈസ് ദ സ്റ്റേജ് 2 കേട്ടോ. സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? കളർ ചേഞ്ച് അല്ലെ. ഓൺലി ഫോർ ദ കളർ ചേഞ്ച്, ഓൺലി ഫോർ ദ സ്റ്റേജ് 1 അല്ലെ. സ്റ്റേജ് 2 പാർഷ്യൽ തിക്നെസ് അപ് ടു ഡെർമിസ് അല്ലെ, ഡെർമിസ്. സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ വരെ വരുന്നു അല്ലെ, അപ് ടു സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ദെൻ ഇത് പാർഷ്യൽ തിക്നെസ്, ഇത് പാർഷ്യൽ ഫുൾ തിക്നെസ് അല്ലെ. ഇത് ഫുൾ തിക്നെസ് അപ് ടു ബോൺ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു അല്ലെ. മസിൽ ബോൺ എല്ലാം വരും കേട്ടോ. നല്ലതുപോലെ പഠിപ്പിച്ചതാണ്, തെറ്റിക്കരുത് കേട്ടോ. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. സ്റ്റേജ് 2 ബെഡ് അൾസർ. സ്റ്റേജ് 2 ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ പർപ്പസ് ഓഫ് സ്പ്ലിന്റ്. ബ്ലിസ്റ്റർ ഏതാണ് സ്റ്റേജ്? ബ്ലിസ്റ്റർ നിങ്ങൾ തന്നെ പറ ആൻസർ. ബ്ലിസ്റ്റർ ഏതാണ് സ്റ്റേജ്? 1 ആണോ 2 ആണോ? ബ്ലിസ്റ്റർ 1 ആണ്. ബ്ലിസ്റ്റർ ഈസ് 2 അല്ലെ. 1 എന്ന് പറയുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. 1 വേറെ ഒന്നുമില്ല. 1 there is a hematoma അല്ലെ. റെഡ് കളർ ചേഞ്ചസ് മാറുന്നതാണ്. അതിൽ ബ്ലിസ്റ്റർ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ടോപ്പ് ലെയർ ഓഫ് ദ സ്കിന്നിന് ഡാമേജ് ആയിരിക്കും അല്ലെ. അപ്പൊ അത് എന്തായിട്ട് മാറി? സ്റ്റേജ് 2 കേട്ടോ, തെറ്റിക്കരുത്. പർപ്പസ് ഓഫ് സ്പ്ലിന്റ് immobilize and allow the tissue swelling, provide permanent support of fracture, wrap around the injury for full protection, manage complex unstable fractures. സ്പ്ലിന്റ് എന്നൊരു വേർഡ് കിട്ടിയാൽ നമ്മൾ ഏതായിരിക്കും ആൻസർ കീയിൽ സെലക്ട് ചെയ്യേണ്ട? സ്പ്ലിന്റ് എന്നൊരു വേർഡ് കിട്ടിയാൽ നമ്മൾ എന്താണ് ആൻസർ കീയിൽ സെലക്ട് ചെയ്യേണ്ടത്? ഇമ്മൊബിലൈസേഷൻ കേട്ടോ. ഇമ്മൊബിലൈസേഷൻ കേട്ടോ. ഇവിടെ അപ്പൊ ഏതാണ് ആൻസർ? പെർമനന്റ് സപ്പോർട്ട് ഓഫ് ഫ്രാക്ചർ ഒന്നും അല്ല അല്ലെ. സ്പ്ലിന്റ് ടെമ്പററി അല്ലേ, ലൈഫ് ലോങ് ഒന്നും സ്പ്ലിന്റ് വെക്കത്തില്ല കേട്ടോ. ഇറ്റ് ഈസ് ടെമ്പററി. ഓക്കെ, ഇഞ്ചറിയെ ഫുൾ പ്രൊട്ടക്ഷൻ അല്ല. ഇഞ്ചറിയെ ഫുൾ പ്രൊട്ടക്ഷൻ ചെയ്യാൻ നമുക്ക് ഡ്രസ്സിങ് മതി, സ്പ്ലിന്റ് വേണമെന്നില്ല കേട്ടോ. കോംപ്ലക്സ് ഫ്രാക്ചറിന് എന്തായാലും ഫ്രെയിംസ്, ഫിറ്റിംഗ്സ് അതൊക്കെ വേണം അല്ലെ. ഒരിക്കലും സ്പ്ലിന്റിൽ നിൽക്കത്തില്ല കേട്ടോ. അപ്പൊ ഇവിടെ ഇമ്മൊബിലൈസ് ആൻഡ് അലൗ ഫോർ ടിഷ്യൂ സെല്ലിങ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ടിഷ്യൂ സെല്ലിങ് കാണുമ്പോൾ ആൾക്കാർ ആൻസർ ചെയ്യത്തില്ല കേട്ടോ. നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ടിഷ്യൂ സെല്ലിങ് എന്തായാലും സ്പ്ലിന്റ് വെക്കുമ്പോൾ വെക്കും. അതുകൊണ്ട് എന്തായാലും സ്പ്ലിന്റിന്റെ മുകളിൽ എന്തിടും? സ്പ്ലിന്റിന്റെ മുകളിൽ എന്ത് വെക്കും?
എന്തായാലും ഫ്രാക്ചർ ഇത് അല്ലെ, സ്ട്രെയിൻ ആയാലും എന്തായാലും സ്പ്ലിന്റ് ഇടും. സ്പ്ലിന്റിന് മുകളിൽ എന്ത് വെക്കും പറ? ഐസ് പാക്ക് അല്ലെ, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് വെക്കും കേട്ടോ. ചിലയിടത്തൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ചില ഹോസ്പിറ്റലിൽ ചില ഡോക്ടേഴ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട് ഐസ്. ചിലർ സജസ്റ്റ് ഒന്നും ചെയ്യാറില്ല. ഓക്കെ, എനിവേ ഐസ് ഇടാറുണ്ട് കേട്ടോ. ഓക്കെ, എനിവേ ആൻസർ ഈസ് ഇമ്മൊബിലൈസ് ആൻഡ് അലൗ ഫോർ ടിഷ്യൂ സെല്ലിംഗ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. എ ഫീമെയിൽ patient complaint of abdominal discomfort. Female patient complaining of abdominal discomfort. The watery stool has been leaking from the rectum. This could be a sign of constipation, diarrhea, bowel incontinence, fecal impaction. നല്ലോണം ആലോചിച്ച് വേണം പറയാൻ. ഓക്കെ, തെറ്റി കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും തെറ്റി കേട്ടോ. തെറ്റി, ഞാൻ പറയാം. ഇവിടെ അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് പറയുന്നുണ്ട് അല്ലെ, അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് പറയുന്നുണ്ട്. അതുപോലെ വാട്ടറി സ്റ്റൂൾ അല്ലെ. അപ്പൊ വാട്ടറി സ്റ്റൂൾ എന്ന് പറയുന്നത് ഏതാണ്? ലിക്വിഡ്, ഡയറിയയിൽ ലിക്വിഡ് സ്റ്റൂൾ ആണോ വാട്ടറി സ്റ്റൂൾ ആണോ? ഡയറീസ് ലിക്വിഡ് സ്റ്റൂൾ ആണോ വാട്ടറി സ്റ്റൂൾ ആണോ? കോൺസ്റ്റിപ്പേഷനിൽ എന്തായാലും സ്റ്റൂൾ ഇല്ല. ദർ ഇസ് നോ സ്റ്റൂൾ, ആബ്സെൻസ് ഓഫ് സ്റ്റൂൾ അല്ലെ. ഓക്കെ, ഡയറിയിൽ ലിക്വിഡ് സ്റ്റൂൾ ആണോ വാട്ടറി സ്റ്റൂൾ ആണോ? ഡയറി നോട്ട് വാട്ടറി കേട്ടോ. ഡയറി സ്റ്റൂൾ ഈസ് ലിക്വിഡ് സ്റ്റൂൾ കേട്ടോ. ഡയറിയുടെ സ്റ്റൂൾ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റൂൾ ആണ് അല്ലെ. ബ്ലഡ് മിക്സ് വിത്ത് മ്യൂക്കസ് അല്ലെ, അതുപോലെ ഫീക്കൽ മാറ്റർ എല്ലാം കാണും ഡയറിയിൽ കേട്ടോ. ഫീക്കൽ മാറ്റർ എല്ലാം കാണും. ഓക്കെ, ഇനി അടുത്ത ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന വേർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബവൽ ഇൻകോണ്ടിനൻസ് അല്ലെ. അതായത് അവർക്ക് ടോയ്ലറ്റ് എത്തുന്നതിന് മുമ്പ് അവർ എന്ത് ചെയ്യുന്നു? സ്റ്റൂള് പാസ് ചെയ്യുന്നതിനാണ് ബവൽ ഇൻകോണ്ടിനൻസ്. അതായത് സ്ട്രോങ് അർജ് അല്ലെ. ഇവിടെ അർജിന്റെ കാര്യം വല്ലതും പറയുന്നുണ്ടോ? ജസ്റ്റ് ഫോർ ആൻ അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് എന്നേ പറയുന്നുള്ളൂ അല്ലെ. അർജിറ്റ് ടോയ്ലറ്റിംഗ് പറയുന്നില്ല അല്ലെ. അർജിറ്റ് ടോയ്ലറ്റിങ്ങിനാണ് നമ്മൾ ബവൽ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ പെട്ടെന്ന് ടോയ്ലറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു? സ്റ്റൂള് പാസ് ചെയ്യും. ദാറ്റ് ഈസ് ബവൽ ഇൻകോണ്ടിനൻസ് കേട്ടോ. അപ്പൊ അതും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇനി ഫീക്കൽ ഇമ്പാക്ഷൻ അല്ലെ. ഫീക്കൽ ഇമ്പാക്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഫീക്കസ് എല്ലാം, ഫീറ്റൽ മാറ്റർ എല്ലാം കൂടെ എന്ത് ചെയ്തു? ഇമ്പാക്ട് ചെയ്ത് കിടക്കുന്നു അല്ലെ. തീർച്ചയായിട്ടും അതിൽ നിന്ന് എന്തുണ്ടാവും? വാട്ടർ സെപ്പറേറ്റ് ആവും അല്ലെ. വാട്ടർ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും? പുറത്തു പോകും അല്ലെ. ശരിയല്ലേ? അപ്പൊ ഏതായിരിക്കും? ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ഫീക്കൽ ഇമ്പാക്ഷൻ. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആൻസർ കണ്ടെത്തിയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? അപ്പം ഇൻകോണ്ടിനൻസ് എന്നുള്ളത് അവിടെ സ്ട്രോങ് അർജിറ്റ് വോയിഡ് എന്ന് പറഞ്ഞ പോലെ സ്ട്രോങ് അർജിറ്റ് ടോയ്ലറ്റിങ്ങോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരും കേട്ടോ. അതുപോലെ ഡയേറിയ എന്ന് പറയുമ്പോൾ എപ്പോഴും ലിക്വിഡ് സ്റ്റൂൾ ആണ് കേട്ടോ, വാട്ടറി സ്റ്റൂൾ അല്ല കേട്ടോ. വാട്ടറി സ്റ്റൂൾ എന്ന് പറയുമ്പോൾ ഈ ഫീക്കൽ ഇമ്പാക്ഷൻ ആണ് അല്ലെ. ഫീക്കൽ മാറ്റർ എല്ലാം കൂടെ എഴുതി വരുമ്പോൾ അതിൽ നിന്ന് വാട്ടർ സെപ്പറേറ്റ് ആവും. അങ്ങനെ മാറുന്നതാണ് ഫീക്കൽ കേട്ടോ. ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, what is the smallest gauge of intravenous catheter that can be used to administer blood? 20 gauge, 24, 22, 26. ഏതാണ് smallest gauge intravenous catheter that can be used to administer blood? Okay, very good. 20 അല്ലെ. അപ്പൊ നോർമലി 18 കേട്ടോ. നോർമലി 18 ആണ് നമ്മൾ പറയുന്നത്. സ്മോളസ്റ്റ് എന്നാണ് ഓപ്ഷൻ എങ്കിൽ 18, 20 എയിംസിന്റെ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ 20 വേണം സെലക്ട് ചെയ്യാൻ കേട്ടോ. മറക്കരുത് 20 അല്ലെ. 18 എന്ന് പറയുന്ന കാനിൽ ഏതാണ്? 18ന്റെ കാനിൽ ഏതാണ് കളറ്? കളർ ഓഫ് 18 കാനില ഗ്രീൻ. വെരി ഗുഡ്. 20 പിങ്ക് അല്ലെ. 22 ബ്ലൂ. ഓക്കെ, അറിയാലോ. ഓക്കെ, വെരി ഗുഡ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ 20 gauge cannula is used to administer the blood. Okay, very good. Next question. The nurse is educating the parents young child with recent diagnosis of cystic fibrosis. Recent diagnosis of cystic fibrosis. Nurse tell the parents that child will be at the risk of which vitamin deficiency? B12, C and E, B1 and pantothenic acid, folic acid and biotin, and ADK. ഏതായിരിക്കും? Nurse is educating the parents young child with recent diagnosis of cystic fibrosis.
ഒരു ശരി ഉത്തരം വന്നു. ഓക്കെ, വെരി ഗുഡ്. കേട്ടോ, ഇവിടെ എന്താണ് സിസ്റ്റിക് ഫൈബ്രോസിസ് കോംപ്ലിക്കേഷൻ എന്താണ്? സിസ്റ്റിക് ഫൈബ്രോസിന്റെ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ പറഞ്ഞേ. സിസ്റ്റിക് ഫൈബ്രോസിന്റെ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഏതാണ്? എന്താണ് പറ? സിസ്റ്റിക് ഫൈബ്രോസിന്റെ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ എന്താണ്? പാൻക്രിയാറ്റൈറ്റിസ് അല്ലെ? പഠിപ്പിച്ചില്ലേ? ഓർക്കുന്നില്ലേ? പാൻക്രിയാറ്റൈറ്റിസ് അല്ലെ, എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളിലൊക്കെ വരും അല്ലെ പാൻക്രിയാറ്റൈറ്റിസ്. പാൻക്രിയാറ്റൈറ്റിസ് വന്നാൽ എന്താണ് പ്രശ്നം? ഫാറ്റ് ഡൈജഷൻ നടക്കത്തില്ല അല്ലെ. ഫാറ്റ് ഡൈജഷൻ നടന്നാലേ എന്ത് സിന്തസൈസ് ചെയ്യത്തോളൂ? ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ സിന്തസൈസ് ചെയ്യത്തോളൂ. കേട്ടോ, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ് ഓപ്ഷൻ. അപ്പൊ ഏത് വരും? വൈറ്റമിൻ എ, ഡി, ഇ, കെ ഇസ് എ ഫാറ്റ് സോലുബിൾ അല്ലെ. എന്ത് ഡെഫിഷ്യൻസി വരും? ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി. മനസ്സിലായോ? ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായല്ലോ? ഓക്കെ, വെരി ഗുഡ്. കേട്ടോ, അപ്പൊ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ പാൻക്രിയാറ്റൈറ്റിസ് ഈസ് ദ കോംപ്ലിക്കേഷൻ അല്ലെ. പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ എന്ത് നടക്കത്തുള്ളൂ? ഫാറ്റ് ഡൈജഷൻ നടക്കത്തുള്ളൂ അല്ലെ. പാൻക്രിയാറ്റൈറ്റിസിൽ ഫാറ്റ് ഡൈജഷൻ നടക്കത്തില്ല അല്ലെ. ഫാറ്റ് ഡൈജഷൻ നടന്നാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? വൈറ്റമിൻ കെ, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് കിട്ടത്തുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, തെറ്റിക്കാൻ വേണ്ടി പല ബി കോംപ്ലക്സിന്റെ ഓപ്ഷൻ ഇട്ട്. കേട്ടോ, ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When a patient is nasogastric tube stop draining, what is the nurse first action? NG tube drain ചെയ്തില്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് ആക്ഷൻ? Clamp for 1 hour, retract and 2 inch, instill 50 ml of water, check tube placement. ട്യൂബ് ഡ്രെയിൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ട്യൂബ് മാൽഫങ്ഷൻ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ പേറ്റൻസി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് അല്ലെ. അവിടെ ചെക്ക് ദ ട്യൂബ് പ്ലേസ്മെന്റ്. കേട്ടോ, ചെക്ക് ട്യൂബ് പ്ലേസ്മെന്റ്. ഓക്കെ, ക്ലാമ്പ് ചെയ്യരുത്, റിട്രാക്ട് ചെയ്യരുത്, ഇൻസ്റ്റിൽ വാട്ടർ ഒന്നും ചെയ്യാൻ പാടില്ല അല്ലെ. അതിന്റെ ട്യൂബിന്റെ പ്ലേസ്മെന്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻസ് ആണ്. കേട്ടോ, ഡൈസ് ട്യൂബിന്റെ ഒരു ക്ലാസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം ജിപ്മറിന് എന്തോ ക്വസ്റ്റ്യൻ വന്നായിരുന്നു അല്ലെ. സെലേം സംബ് എന്നൊക്കെ പറഞ്ഞ അല്ലെ, 3 വേ ഒക്കെ ഉള്ള റൈസ് ട്യൂബ്. കേട്ടോ, ഓക്കെ. ഇനി ഇതിനകത്ത് ഇമേജ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. കേട്ടോ, ഇമേജ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. ഇനി ഓർത്തോണം. കേട്ടോ, ചെക്ക് ട്യൂബ് പ്ലേസ്മെന്റ് ഈസ് ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A nurse is caring for a client whose heel has pressure ulcer. Client whose heel has pressure ulcer covered with intact hard dry black tissue. Which is the appropriate dressing for the patient? Nurse is caring for a client who has heel has a pressure ulcer. Heel pressure ulcer ഉണ്ട്. Covered with intact hard dry black tissue. Which is the appropriate dressing for the client? Cover with sterile gauze. No dressing is necessary. Apply hydrocolloid dressing. Dry wet to dry dressing change. അല്ല, ഓക്കെ ഓക്കെ, അത് ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അതായത് ഇവിടെ നമുക്ക് വൂണ്ടിനകത്ത് എന്ത് വന്നു? ഹാർഡ് ഡ്രൈ ബ്ലാക്ക് ടിഷ്യൂ എന്ന് പറയുമ്പോൾ എന്തായി? എസ്കാർ ഫോം ചെയ്തു അല്ലെ. വെരി ഗുഡ് അല്ലെ. എസ്കാർ വന്നു. എസ്കാർ നീഡ് നോ ഡ്രസ്സിങ് അല്ലെ, അങ്ങനെയാണ് പഠിപ്പിച്ചേക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. എസ്കാർ നീഡ് നോ ഡ്രസ്സിങ്. ബട്ട് എസ്കാർ കോംപ്രമൈസ് സർക്കുലേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എസ്കറോട്ടമി ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ സർക്കുലേഷന്റെ പ്രശ്നം ഒന്നും പറയുന്നില്ല ഓപ്ഷനിൽ. അതുകൊണ്ട് there is no dressing is required. കേട്ടോ, ഓപ്ഷൻ ബി is the correct answer for this question. Very good, very good, very good. Next question. When taking blood pressure of a client who is seated, which position must the client change that so that nurse can get an accurate measurement? Accurate measurement. Okay, sitting on upright position, put down the phone, uncross the legs, lean the head back. ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിച്ചു വേണം ആൻസർ ചെയ്യാൻ. ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? വെൻ ടേക്കിംഗ് ബ്ലഡ് പ്രഷർ ഓഫ് എ ക്ലൈന്റ് ഹു ഇസ് സിറ്റഡ്, ഇരിക്കുന്ന ക്ലൈന്റ് ആണ്. ക്ലൈന്റ് ഓൾറെഡി ഇൻ സിറ്റിംഗ് പൊസിഷനിലാണ് അല്ലെ. വിച്ച് പൊസിഷൻ മസ്റ്റ് ക്ലൈന്റ് ചേഞ്ച്? ഏത് പൊസിഷൻ ആണ് ക്ലൈന്റ് ചേഞ്ച് ചെയ്യേണ്ടത്? അപ്പോഴാണ് അൺക്രോസ്ഡ് ആക്യുറേറ്റ് മെഷർമെന്റ് കിട്ടുന്നത് അല്ലെ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഏത് പൊസിഷനാണ് ചേഞ്ച് ചെയ്യേണ്ടത്? BSNL സിം കാർഡ് പഠിപ്പിച്ച അല്ലെ. ക്രോസ് ദ ലെഗ് അല്ലെ. ക്രോസ് ദ ലെഗ് മാറ്റണം അല്ലെ. അൺക്രോസ് ദ ലെഗ് അല്ലെ. അതാണ് നമുക്ക് ഇമ്പോർട്ടൻസ് അല്ലെ. ആൻസർ ഈസ് ഓപ്ഷൻ സി. മനസ്സിലായോ? തെറ്റിയവർക്കൊക്കെ മനസ്സിലായോ?
ക്വസ്റ്റ്യൻ വായിക്കണം കേട്ടോ. ഇതുപോലെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് നോർസെറ്റിന് ഇടുന്നത് കേട്ടോ. പലർക്കും മാർക്ക് പോകുന്ന ട്രിക്കി ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് മാർക്ക് പോകുന്നത് കേട്ടോ. നമുക്കറിയാം വൈൽ ടേക്കിംഗ് ബ്ലഡ് പ്രഷർ ഓഫ് എ ക്ലയന്റ് ഹു സിറ്റഡ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ഓൾറെഡി സിറ്റ് ചെയ്യുന്ന ആ പേഷ്യന്റിനെ വീണ്ടും നമ്മൾ സിറ്റ് അപ്പ് സ്ട്രൈറ്റ് അങ്ങനൊന്നും ആക്കണമെന്നില്ല അല്ലെ. സിറ്റിംഗ് എനി പൊസിഷനിൽ സിറ്റിംഗിൽ വൈറ്റൽസ് എടുക്കാം കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ ക്രോസ് ലെഗ് ആണ് എന്ത് ചെയ്യേണ്ടത്, മാറ്റേണ്ടത് കേട്ടോ. ആൻസർ ഈസ് അൺക്രോസ് ദ ലെഗ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്രോസ് ദ ലെഗ് നമ്മൾ മാറ്റി അൺക്രോസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, a patient receiving chemotherapy experiencing stomatitis, inflammation of the mouth, which of the following should healthcare provider offer for the patient? Stomatitis ഉള്ള പേഷ്യന്റിന് എന്താണ് ഓഫർ ചെയ്യുന്നത്? Plenty of ice chips between meals, hot soup with lunch and dinner, warm saline rinse 4 times a day, vigorous oral care with commercial mouthwash. ഏതാണ്? റേഡിയേഷൻ പേഷ്യന്റ് സ്റ്റോമറ്റൈറ്റിസ് വരും, നമ്മൾ എന്താണ് മാനേജ്മെന്റ്? ഓറൽ കെയറോ? വിഗ്രസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഓറൽ കെയറോ? അല്ല, ഐസ് ചിപ്സ് എന്താണ്? വാം സലൈൻ വെച്ച് റിൻസ് ചെയ്യുക കേട്ടോ, അതാണ് മാനേജ്മെന്റ് കേട്ടോ. മാനേജ്മെന്റ് റേഡിയേഷനിൽ സ്റ്റോമറ്റൈറ്റിസ് വന്ന വാം സലൈൻ അല്ലെ. ഇപ്പൊ സ്റ്റോമറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ അല്ലെ, ഇൻഫ്ലമേഷൻ ആണ്. അപ്പൊ അവിടെ നമ്മൾ ഹോട്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നു അല്ലെ. വാം സലൈൻ എന്ന് പറയുന്ന ഹോട്ട് ആപ്ലിക്കേഷൻ കേട്ടോ. മനസ്സിലായോ? തെറ്റിയവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വാം സലൈൻ റിൻസ് 4 times each a day is the correct answer for this question കേട്ടോ. correct answer for this question. വാം സലൈൻ rinses 4 times each a day is the correct answer for this question. Next, following a surgical creation of the AV fistula, when will be the client able to use it for hemodialysis? Following a surgical creation of the AV fistula, following 4 to 6 weeks, 2 to 3 months, 2 to 3 weeks, 4 to 6 months. നോട്ടിലുണ്ട്. എത്രയാണ്? 4 weeks 4 weeks 6 months അതോ 3 months 3 months കേട്ടോ. 3 months, 2 to 3 months കേട്ടോ. 2 to 3 months ആണ് AV ഫിസ്റ്റുല മെച്ചർ ആവുക കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി 2 to 3 months AV ഫിസ്റ്റുല മെച്ചറിംഗ് ആയി 2 to 3 months കേട്ടോ. 2 to 3. ഓക്കെ, 2 to 3 months is the correct answer. ഓക്കെ, നോട്ടിലുണ്ട് കേട്ടോ. AV ഫിസ്റ്റുല അല്ലെ, ഫിസ്റ്റുല 2 to 3 months ആണ് മെച്ചുറേഷൻ ടൈം. ഓക്കെ, നമ്മൾ 2 കാര്യങ്ങളാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്, എല്ലാം പഠിപ്പിച്ചു. ബ്രൂയിറ്റ് ആൻഡ് ത്രില്ല് കേട്ടോ, അറിയാലോ. ബ്രൂയിറ്റ് ആൻഡ് ത്രിൽ. ഓക്കെ, നെക്സ്റ്റ്, which of the following area is the correct stoma site? Stoma site ഏതാണ് തന്നിരിക്കുന്നതിൽ? ഓപ്ഷൻ എ, ബി, സി, ഡി. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റോമ സൈറ്റ് ഏതാണ്? റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോ? ഓപ്ഷൻ പറഞ്ഞാൽ മതി അല്ലെ. കോമൺ എന്ന് പറയുന്നത് എന്താണ്? സി കേട്ടോ. നമ്മുടെ സി ആണ് കേട്ടോ. അതായത് നമ്മുടെ റൈറ്റ് ലോവർ കോട്ടന്റ് കേട്ടോ. റൈറ്റ് ലോവർ കോട്ടന്റ് ആണ് കോമൺ സൈറ്റ് ഫോർ സ്റ്റോമ കേട്ടോ. അറിഞ്ഞൂടാത്തവർ എഴുതിക്കണം കേട്ടോ. എഴുതിക്കണം. സ്റ്റോമയുടെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നോർസെറ്റിന് കാണും. എല്ലാ നോർസെറ്റിലും ഉണ്ട് സ്റ്റോമയുടെ ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, സ്റ്റോമ ഇസ് ക്രിയേറ്റിംഗ് ഓൺ റൈറ്റ് ലോവർ കോട്ടന്റ് കേട്ടോ. റൈറ്റ് ലോവർ കോട്ടന്റ്. കാരണം പേഷ്യന്റിന് ഡോമിനന്റ് റൈറ്റ് ഹാൻഡ് ആണ് അല്ലെ. പേഷ്യന്റിന് ഡോമിനന്റ് റൈറ്റ് ഹാൻഡ് ആണ് മെജോറിറ്റി പേഷ്യൻസിനും. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡ് ആണ് അവർക്ക് EC to MD കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇനി ലെഫ്റ്റ് ഡോമിനന്റ് ഉള്ളവർക്ക് ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിൽ വെക്കത്തുള്ളൂ. റൈറ്റ് ഡോമിനന്റ് ഉള്ളവർക്ക് റൈറ്റ് സൈഡ്. ഓക്കെ, ഇനി ഓർത്തിരിക്കുക. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. തെറ്റിയവര് നോട്ട് ചെയ്തോണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a client who has been treated with Staphylococcus aureus, which transmission based precaution is indicated? Airborne, contact, droplet, standard precaution. Client who has been treated with Staphylococcus aureus, which transmission based precaution indicated?
ഫിസ്റ്റില് 4 to 6 ആണ്. 2 to 3 months എന്ന് ആക്കിയത് കേട്ടോ. 2 to 3 months ആണ് കറക്റ്റ്. A client who has been treated for Staphylococcus aureus, which transmission-based precautions are indicated? Airborne, contact, droplet, standard. ഏത് പ്രിക്കോഷൻ ആണ് കൊടുക്കുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. സ്റ്റെഫൈലോകോക്കസ് ഓറിയസിൽ ട്രീറ്റ് ചെയ്തപ്പോൾ എന്ത് വരാനാണ് ചാൻസ് കൂടുതൽ? MRSA കിട്ടാനാണ് സാധ്യത, അല്ലെ? ട്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവിടെ MRSA കൊടുത്തായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്തത്, അല്ലെ? മെത്തിസിലിൻ പെൻസിലിൻ ഗ്രൂപ്പ് ആയിരിക്കും, ഡ്രഗ് ആയിരിക്കും കൊടുത്ത് ട്രീറ്റ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? അപ്പൊ അവർക്ക് MRSA ഡെവലപ്പ് ആവാനുള്ള, അല്ലെ? അപ്പൊ MRSAയുടെ പ്രിക്കോഷൻ ഏതാണ്? MRSAയിൽ എന്ത് ടൈപ്പ് പ്രിക്കോഷൻ ആണ് എടുക്കേണ്ടത്? MRSA പേഷ്യന്റിന് എന്ത് പ്രിക്കോഷൻ ആണ് എടുക്കേണ്ടത്? MRSA പേഷ്യന്റിന് എന്ത് പ്രിക്കോഷൻസ് ആണ് എടുക്കുന്നത്? കോണ്ടാക്ട് പ്രിക്കോഷൻസ്. വെരി ഗുഡ് കേട്ടോ. അപ്പൊ MRSA പേഷ്യന്റിന് കോണ്ടാക്ട് പ്രിക്കോഷൻസ്. വെരി ഗുഡ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? കോണ്ടാക്ട് പ്രിക്കോഷൻസ്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ ആയല്ലോ? കോണ്ടാക്ട് പ്രിക്കോഷൻസ് കേട്ടോ. കോണ്ടാക്ട് പ്രിക്കോഷൻ is the correct answer for this question. Next, contraindication of administering enema including all of the following except. Contraindication for administrating an enema including all of the following except acute myocardial infarction, suspected appendicitis, recent colon surgery, hypercalcemia treatment. Contraindication of administering an enema including all of the following. Acute myocardial infarction നമ്മൾ കൊടുക്കത്തില്ല, അല്ലെ? മയോകാർഡിയൽ ഇൻഫാക്ഷനിൽ നമ്മൾ എന്ത് കൊടുക്കത്തില്ല? എനിമ കൊടുക്കത്തില്ല. കാരണം വാഗസ് നെർവ് സ്റ്റിമുലേഷൻ ആണ്, പേഷ്യന്റ് വീണ്ടും ബ്രാഡികാർഡിയയിലോട്ട് പോകും. ഓൾറെഡി ICP, അല്ലെ? ഓൾറെഡി ഹാർട്ട് റേറ്റ് കുറയും, അല്ലെ? അത് കൊടുക്കത്തില്ല. അതുപോലെ അപ്പൻഡിസൈറ്റിസിൽ എഡിമൈസ് കോൺട്രാൻഡിക്കേറ്റഡ് പഠിച്ചതാണ്, അല്ലെ? റീസെന്റ് കോളൻ സർജറിയിൽ കോൺട്രാക്ട്, അല്ലെ? പിന്നെ നമ്മൾ ഹൈപ്പർ കാൽസീമിയ, ഹൈപ്പർ കലീമിയയിലൊക്കെ നമ്മൾ എനിമ കൊടുക്കാറുണ്ട്, അല്ലെ? അവിടെ ഓപ്ഷൻ ഡി കേട്ടോ. ഓപ്ഷൻ ഡി is the correct answer കേട്ടോ. ഓപ്ഷൻ ഡി is the correct answer. മനസ്സിലായില്ലേ? മയോകാർഡിയൽ ഇൻഫാക്ഷനിൽ എനിമ കൊടുക്കുവോ? ഇല്ല കേട്ടോ. വാഗസ് നെർവിന് ഇത് വീണ്ടും ഹാർട്ട് റേറ്റ് ഡ്രോപ്പ് ആവും കേട്ടോ. നമ്മൾ എങ്ങനെങ്കിലും MI ഹാർട്ട് റേറ്റ് എലിവേറ്റ് ചെയ്ത് നിർത്താനേ നോക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, എക്സെപ്റ്റ് കണ്ടില്ലേ? ഓക്കെ, കാണണം കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ഡി is the correct answer for this question. Option D is the correct answer. Next question. Nurse is instructing a client with new ileostomy on when to empty their pouch. Which of the following instruction is correct? Empty the pouch every before meal, 1/3 or half full. Empty the pouch when it feels heavy. Empty the same in the every time. Empty it with 1/3 or half full കേട്ടോ. ഓക്കെ, ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോർസെറ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Empty it 1/3 to half of the fullness കേട്ടോ. 1 is the correct answer for this question. Okay, option B is the correct answer. Okay, next question. When applying principles of pain assessment and management, what is the priority? Priority of pain management. Interdisciplinary care is necessary. Management depends upon the client goal. Perception of pain is subjective. Client must be educated on side effect. Pain management in the priority എന്താണ്? പെയിൻ മാനേജ്മെന്റ് പ്രയോറിറ്റി എന്താണ്? പെയിൻ അസസ്മെന്റ്, അല്ലെ? പെയിൻ അസസ് ചെയ്യുക. അപ്പൊ നമുക്ക് പെയിൻ അസസ് ചെയ്യാൻ എന്താണ്? ഒബ്ജക്റ്റീവ് ആയാലും സബ്ജക്റ്റീവ് ആയാലും എല്ലാം ഇറ്റ് ഈസ് ഡിപ്പെൻസ് അപ്പോൺ എന്താണ്? പെർസെപ്ഷൻ ബൈ ദ പേഷ്യന്റ്, അല്ലെ? ഇപ്പൊ സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ പെയിൻ പറയുന്നു, പേഷ്യന്റ് പറയുന്നു പെയിൻ, അല്ലെ? അതിനെ ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ പെയിൻ സ്കെയിലും PQRS സ്കെയിലൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിനെ അസസ് ചെയ്യും, അല്ലെ? ശരിയല്ലേ? അപ്പൊ അവിടെ എല്ലാം കിട്ടുന്ന എന്താണ്? പേഷ്യന്റിന്റെ വ്യൂ പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നത്, അല്ലെ? ഒന്നും നമുക്ക് മെഷർ കിട്ടുന്നില്ല അവിടെ, അല്ലെ? അപ്പൊ ഇറ്റ് ഈസ് പെർസെപ്ഷൻ ഓഫ് പെയിൻ ഈസ് ഓൾവേസ് സബ്ജക്റ്റീവ് കേട്ടോ. അതാണ് പ്രയോറിറ്റി. മനസ്സിലായല്ലോ? തിങ്ക് ചെയ്ത് എഴുതാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളായിരുന്നു കേട്ടോ. തിങ്ക് ചെയ്ത് എഴുതാനുണ്ട്, അല്ലെ? ഒരിക്കലും ഡിപ്പെൻസ് അപ്പോൺ ക്ലയന്റ് ഗോൾസ് അല്ല. പ്രയോറിറ്റി, പെയിൻ മാനേജ്മെന്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് പേഷ്യന്റ് കൺസേൺ, പേഷ്യന്റ് പെയിനെ പറ്റി പറയുന്നത് തന്നെയാണ് പെയിൻ മാനേജ്മെന്റ് പ്രയോറിറ്റി, അല്ലെ? പേഷ്യന്റ് പെയിൻ കുറവാണെന്ന് പറഞ്ഞാൽ മരുന്ന് കുറക്കാം, പേഷ്യന്റ് പെയിൻ കൂടുതലാണെന്ന് പറഞ്ഞാൽ മരുന്ന് കൂട്ടാം. ഓക്കെ, നെക്സ്റ്റ്. കുറച്ച് പിക്ചർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇമേജ്? ബീം ബാലൻസ്, ഇൻഫന്റോമീറ്റർ, സ്റ്റേഡിയോമീറ്റർ,
പെരിമീറ്റർ. ഇൻഫന്റോമീറ്റർ ഇതാണോ? ഇൻഫന്റോമീറ്റർ ആണ് ഇത്. ഇത് ബാലൻസിങ് അല്ലേ നിൽക്കുന്ന, ഇത് വെയിറ്റ് ബാലൻസിങ് ആണ് കേട്ടോ. ബീം ബാലൻസ് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. ദിസ് ഈസ് ബീം ബാലൻസ് കേട്ടോ, തെറ്റിപ്പോരുത്. ഇൻഫന്റോമീറ്റർ നിങ്ങൾ പിക്ചർ നോക്കിയാൽ മതി, പിക്ചറിൽ കാണാൻ പറ്റും. ഇൻഫന്റോമീറ്റർ എന്ന് പറയുമ്പോൾ അല്ലെ, ഇൻഫന്റോമീറ്റർ എന്ന് പറയുമ്പോൾ ലെങ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ലെങ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇൻഫന്റോമീറ്ററിൽ അല്ലെ. ഇൻഫന്റോമീറ്റർ വെയിറ്റ് ആണോ എടുക്കുന്നത്? ഇൻഫന്റോമീറ്റർ വെയിറ്റ് ആണോ ലെങ്ത് ആണോ എടുക്കുന്നത്? ഇത് രണ്ടും ഹൈറ്റ് കേട്ടോ, ഇത് രണ്ടും നമ്മൾ ഹൈറ്റ് ആണ് എടുക്കുന്നത്. ഇൻഫന്റോമീറ്റർ സ്റ്റേഡിയോമീറ്റർ നിന്നോണ്ട് എടുക്കുന്നു, ഇൻഫന്റോമീറ്റർ കിടത്തിക്കൊണ്ട് എടുക്കുന്നു അല്ല. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ് അല്ലെ. ഇവിടെ എന്ന് പറയുമ്പോൾ ബീം ബാലൻസ് കേട്ടോ. ഈ മെഷീന്റെ പേരാണ് ബീം ബാലൻസ്. കണ്ടിട്ടുണ്ടോ ഇത്? മെഷീൻ കണ്ടിട്ടുണ്ടോ? വാർഡിലൊക്കെ ഇരിക്കുന്ന പീഡിയാട്രിക്സിൽ കണ്ടുവരുന്നുണ്ടോ? ആ ഓക്കെ കേട്ടോ. ഇൻഫന്റോമീറ്റർ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലി ഫോർ എന്താണ്? ഓൺലി ഫോർ ഹൈറ്റ് മാത്രമാണ് കേട്ടോ. അപ്പൊ ഇത് ഹൈറ്റ് അല്ല, ഇത് മെയിൻലി ഫോക്കസ് വെയിറ്റ് ആണ്. പേഷ്യന്റ് വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് എടുക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ആ ഹൈറ്റും കൂടെ നോക്കുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ആൻസർ ഈസ് ബീം ബാലൻസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ക്വസ്റ്റ്യൻ ആയിട്ടല്ല, 4 സ്റ്റേജസിന്റെ പിക്ചർ ചോദിക്കും കേട്ടോ. നോർസെറ്റ് ചോദിച്ചിരിക്കും. എപ്പോഴും ചോദിക്കുന്ന പിക്ചർ ഇതാണ് കേട്ടോ. ഈ വൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഇത് ബോൺ ഒക്കെ വിസിബിൾ ആണെന്നാണ് കേട്ടോ. കുറച്ചും കൂടെ നല്ല ഡീപ്പ് ആയിട്ട് വരുന്ന സ്റ്റേജ് 4 കേട്ടോ. ഇത് സ്റ്റേജ് 2, സ്റ്റേജ് 1 എന്ന് പറയുന്നത് ജസ്റ്റ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ദിസ് ഈസ് സ്റ്റേജ് 2, ദിസ് ഈസ് സ്റ്റേജ് 3 കേട്ടോ. സ്റ്റേജ് 3, ദിസ് ഈസ് സ്റ്റേജ് 4. സ്റ്റേജ് 4 ആകുമ്പോൾ നല്ല ഡീപ്പ് ആയിട്ടുള്ള ബെഡ്സ് ആവും. ഓക്കെ, നെക്സ്റ്റ് സിസേഴ്സ് അറിയാലോ. സിസേഴ്സ് അഡീഷണൽ 2 സിസേഴ്സും കൂടെ നോക്കിക്കോണം. ബാൻഡേജ് കട്ടിങ് സിസേഴ്സ് അറിയാമോ? ബാൻഡേജ് കട്ടിങ് സിസേഴ്സും അംബിലിക്കൽ കോഡ് കട്ടിങ് സിസേഴ്സും കൂടെ നോക്കിക്കോണം കേട്ടോ. ഇത് നമ്മൾ ജനറൽ പർപ്പസിന് ഉപയോഗിക്കുന്ന സിസേഴ്സ്. ഇതെന്ന് പറയുന്നത് മയോ സിസേഴ്സ് എന്ന് പറയുന്നതാണ്. ഇതിന് തന്നെ കർവ്ഡ് മയോയുണ്ട്, സ്ട്രെയിറ്റ് മയോയുണ്ട് കേട്ടോ. കർവ്ഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് മെറ്റ്സഡ് ബനം ലോങ് സിസേഴ്സ് കേട്ടോ. ഇത് ലോങ് സിസേഴ്സ് കാരണം വെച്ചാൽ ഇതിന്റെ ഷാഫ്റ്റ് എന്ന് ആയിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ കട്ട് ചെയ്യാനും അല്ലെങ്കിൽ മൈക്രോ പോർ ഒക്കെ കട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന സിസേഴ്സ് ആണ് ജനറൽ പർപ്പസ് സിസേഴ്സ് കേട്ടോ. ഇനി മയോ സിസേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മയോ സിസേഴ്സ് അല്ലെ, ചെറിയ ചെറിയ ടിഷ്യൂ കട്ടിങ്ങിനൊക്കെ നമ്മൾ മയോ സിസേഴ്സ് ഉപയോഗിക്കും കേട്ടോ. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കട്ടിങ്ങിനൊക്കെയാണ് മെറ്റ്സബനോ എന്ന് പറയുന്നത് അല്ലെ, OT-ലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓർത്തിരിക്കും. മയോസ് ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് സെറ്റിലൊക്കെ ഇരിക്കുന്ന സിസേഴ്സ് എന്ന് പറയുന്നത് മയോ സിസേഴ്സ് ആയിരിക്കും കേട്ടോ. ജനറൽ പർപ്പസ് എന്ന് പറയുമ്പോൾ വാർഡില് കൗണ്ടറിലൊക്കെ വെച്ചേക്കുന്നതാണ് മൈക്രോ പോർ കട്ട് ചെയ്യാൻ അതൊക്കെ. ഇനി അത് കൂടാതെ 2 സിസേഴ്സും കൂടെ നോക്കണം. ബാൻഡേജ് കട്ടിങ് എന്ന് പറഞ്ഞ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു സിസേഴ്സ് ഉണ്ട് കേട്ടോ. ഇമേജ് നോക്കിക്കോണം. പിന്നെ അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യുന്ന ഒരു സിസേഴ്സ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ? അത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിസേഴ്സ് ഉണ്ട്, അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യുന്ന ഒരു സിസേഴ്സ്. ഓക്കെ, അതും കൂടെ നോക്കിക്കണം. കോക്കർ അല്ല, സിസേഴ്സ് ആണ് പഠിപ്പിക്കുന്നത് കേട്ടോ. സിസേഴ്സ് ജനറൽ പർപ്പസ്, മയോ സിസേഴ്സ്, മെറ്റ്സഡ് ബനം, ബാൻഡേജ് കട്ടിങ് സിസേഴ്സ്, റൗണ്ട് എൽ ഒരു ആംഗിൾ ഷേപ്പിൽ വരുന്ന ബാൻഡേജ്, പിന്നെ അംബിലിക്കൽസ്. ഓക്കെ, അറിയാലോ. മയോ സിസേഴ്സ് ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. മയോ ആയിരിക്കും അല്ലെങ്കിൽ മെറ്റ്സഡ് ബനം ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ. കർവിഡും സ്ട്രൈറ്റും ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ട്രാക്ഷൻസ് കേട്ടോ. ട്രാക്ഷൻസിന്റെ കുറെ ഇമേജസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ഏത് ട്രാക്ഷൻ ആയിരിക്കും? ഈ ട്രാക്ഷൻ ഏതാണ്? ഇത് റസൽ ട്രാക്ഷൻ ആണ് കേട്ടോ. റസൽ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്കിൻ ട്രാക്ഷൻ കാണാൻ പറ്റും പിക്ചറിൽ. ഇവിടെ ഒരു സ്കിൻ ട്രാക്ഷൻ, ഇവിടെ ഒരു സ്കെൽറ്റൽ ട്രാക്ഷൻ അല്ലെ. അപ്പൊ 2 രീതിയിൽ റസൽ ട്രാക്ഷൻ കേട്ടോ. ബക്ക് എക്സ്റ്റൻഷൻ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് സ്കിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് സ്കിൻ ട്രാക്ഷൻ മാത്രമായിട്ടുള്ളത് ബക്ക് എക്സ്റ്റൻഷൻ ട്രാക്ഷൻ കേട്ടോ. പിന്നെ ബ്രയാൻ ട്രാക്ഷൻ എന്ന് പറയുന്ന അറിയാലോ, 2 ലെഗ് മുകളിലോട്ട് വരും കേട്ടോ. പിന്നെ ഹെഡ് ട്രാക്ഷൻസ്,
അങ്ങനെ പിന്നെ ബാലൻസ്ഡ് സസ്പെൻഷൻ എന്ന് പറഞ്ഞ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പിന്നെ ലാറ്ററൽ സ്കെലിറ്റൽ ട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതിന്റെ പിക്ചർ ഞാൻ ഇട്ടേക്കാം. എനിവേ ട്രാക്ഷന്റെ ഇമേജസ് നോക്കണം കേട്ടോ. ഇമേജസ് ഫോർ ട്രാക്ഷൻ. പ്രസ്സലും ബക്സ് ചോദിക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ സെർവിക്കൽ ട്രാക്ഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. സെർവിക്കൽ ട്രാക്ഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എക്സ്റേ ഫ്രെയിം നമ്മൾ ഫിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെർവിക്കൽ ട്രാക്ഷന്റെ പേരറിയാം ആർക്കെങ്കിലും? നമ്മൾ MRI സ്കാനിങ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പം ചിലപ്പോൾ ഫ്രെയിം വെച്ച് ചെയ്യാറുണ്ട് അല്ലെ? ആ ഫ്രെയിമിന് പറയുന്ന പേരറിയാം ആർക്കെങ്കിലും? ആർക്കെങ്കിലും അറിയാമോ? ഹാലോ സെർവിക്കൽ ട്രാക്ഷന് യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിം ഉണ്ട് കേട്ടോ. ആ സ്റ്റീരിയോ ഫ്രെയിം അല്ല, അതിനൊരു പേരുണ്ട്, അറിയാമോ? സ്റ്റീരിയോ സ്റ്റാറ്റിക് അല്ലെ? MRIയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റീരിയോ സ്റ്റാറ്റിക് ബയോപ്സി ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം ഉണ്ട്. അതിനൊരു പേര് പറയും കേട്ടോ. ഞാൻ മറന്നുപോയി, ഏതൊരു പേരുണ്ട് അതിന്. ഓക്കെ ഓക്കെ, നെക്സ്റ്റിലോട്ട് നമുക്ക് വരാം. നെക്സ്റ്റ് ഇതിലോട്ട് വരാം. ഇത് ചോദിക്കും കേട്ടോ. ഇതും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഇമേജ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഇതെന്താണ്? ആന്റി സ്റ്റോക്ക് ട്രീറ്റ് ഗാർമെന്റ് ആണ്. ഇതിൽ എയർ ഉള്ളതാണോ എയർ ഇല്ലാത്ത ടൈപ്പ് ആണോ? എയർ ഉള്ളതാണോ എയർ ഇല്ലാത്ത ടൈപ്പ് ആണോ? ഇത് എയർ ഇല്ലാത്ത കേട്ടോ. നോൺ ന്യൂമാറ്റിക് കേട്ടോ. നോൺ ന്യൂമാറ്റിക് എന്നുള്ള വേർഡ് വേണം എഴുതാൻ കേട്ടോ. അതിൽ ന്യൂമാറ്റിക് ആന്റി സ്റ്റോക്ക് ഗാർമെന്റ് ഓപ്ഷൻ കാണും, നോൺ ന്യൂമാറ്റിക്കും കാണും കേട്ടോ. അതിൽ നിങ്ങൾ നോൺ ന്യൂമാറ്റിക് വേണം തിരഞ്ഞെടുക്കാൻ കേട്ടോ. നോൺ ന്യൂമാറ്റിക് വേണം തിരഞ്ഞെടുക്കാം കേട്ടോ. നോൺ ന്യൂമാറ്റിക് ആന്റി സ്റ്റോക്ക് കാണും. ബാക്കി നിങ്ങൾക്ക് അറിയാലോ, ബാക്കിയുള്ളതൊക്കെ അറിയാലോ. ന്യൂമാറ്റിക് കംപ്രഷൻ ഡിവൈസ് ഒക്കെ അറിയാലോ, കണ്ടറിയാലോ. അവരുടെ തരലുണ്ടോ? ന്യൂമാറ്റിക് കംപ്രഷൻ ഡിവൈസ് അറിയാമോ? സീക്വൻഷ്യൽ കംപ്രഷൻ ഡിവൈസ് എന്നൊക്കെ പറഞ്ഞുണ്ട് കേട്ടോ. അതൊക്കെ നോക്കിക്കോണം. എനിവേ ഇത് എല്ലാവർക്കും തെറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് ഇത് കേട്ടോ. ദിസ് ഈസ് നോൺ ന്യൂമാറ്റിക് എയർവേ കംപ്രഷൻ കേട്ടോ. നോൺ ന്യൂമാറ്റിക്. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കുന്നതാണ് ഈ ട്രയാങ്കിൾ കേട്ടോ. എയിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അണ്ടർ 5 ക്ലിനിക്കിലെ ട്രയാഡ് കേട്ടോ. ട്രയാഡില് നമുക്ക് 3 എണ്ണമാണ്. കെയറിംഗ്, ഹെൽത്ത് എഡ്യൂക്കേഷൻസ്, പ്രിവെന്റീവ്, മോണിറ്ററിംഗ് ഓഫ് ഗ്രോത്ത് ആൻഡ് കെയർ ഓഫ് ഇൽനെസ്. ഇത്രയുമാണ് വരുന്നത്. അതിൽ ഇൻവെർട്ടഡ് ട്രയാങ്കിൾ എന്താണെന്ന് ചോദിക്കും ക്വസ്റ്റ്യൻ കേട്ടോ. ഇൻവെർട്ടഡ് ട്രയാങ്കിൾ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഫാമിലി പ്ലാനിങ് ആണ് കേട്ടോ. അണ്ടർ 5 ക്ലിനിക്കിലെ ഇൻവെർട്ടഡ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പ്രിവെന്റീവ് കെയർ ഓഫ് ചൈൽഡ്, മോണിറ്ററിംഗ് ഓഫ് ഗ്രോത്ത് ചൈൽഡുമായിട്ട് റിലേറ്റ് ചെയ്താണ്, കെയർ ഓഫ് ഇൽനെസ് ഓഫ് ചൈൽഡും എല്ലാം റിലേറ്റഡ് വരുന്നതാണ് അല്ലെ. അതിൽ ഫാമിലി പ്ലാനിങ് മാത്രം വ്യത്യാസമായിട്ടുള്ളതാണ് അല്ലെ. ഇറ്റ് ഈസ് റിലേ വിത്ത് എന്താണ്, ചൈൽഡും മദറുമായിട്ടുള്ള റിലേഷൻ അല്ല ഇതിൽ വരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമ്മൾ ഇൻവെർട്ടഡ് ട്രയാങ്കിൾ ആണ് കാണിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് ഫാമിലി പ്ലാനിങ്. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു പിക്ചർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഇതെന്താണ്? വാട്ട് ഈസ് ദിസ്? ഇതെന്താണ് പറഞ്ഞേ? അറിയാവുന്നവർ പറഞ്ഞോ, എന്താണ്? എന്താണ്? ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പ് കേട്ടോ. എൻഡോസ്കോപ്പിന്റെ പിക്ചർ ആണ് കൊടുത്തേക്കുന്നത്. ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പ്. ഓക്കെ, ബ്ലഡ് വയലൊക്കെ അറിയാലോ, ബ്ലഡ് എടുക്കുന്ന കൊയാഗുലേഷന് ഡി ഡൈമർ നമ്മളിപ്പോ കേട്ടോ. കൊയാഗുലേഷന്റെ ഡി ഡൈമറും എല്ലാം കൊയാഗുലേഷനിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. INR, PT-INR എല്ലാം എടുക്കുന്ന ബ്ലൂ അറിയാലോ. ബാക്കി ഇലക്ട്രോലൈറ്റ്സ് അല്ലെ, C റിയാക്റ്റീവ്, LFT, RFT, തൈറോയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുക്കുന്നു കേട്ടോ. ഇപ്പം ബ്ലഡ് ഷുഗർ ഇതിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ബ്ലഡ് ഷുഗറും ഇതിനകത്ത് തന്നെ നോക്കാറുണ്ട്. ഓക്കെ, എനിവേ യെല്ലോ. പിന്നെ RBC, ബ്ലഡ് ഫിലിം, ESR, HbA1c ഒക്കെ എടുക്കുന്ന പിങ്ക് കേട്ടോ. ഓക്കെ, പർപ്പിള് തന്നെയാണ് ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് കേട്ടോ. സെയിം തന്നെ ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും എടുക്കുന്ന പർപ്പിൾ തന്നെ. പിന്നെ ബ്ലഡ് ഗ്ലൂക്കോസ്, ലാക്ടേറ്റ് അതിനൊക്കെയാണ് നമ്മൾ ഏത് വെക്കുന്നത്, ഈ ഗ്രേ കളർ ഉപയോഗിക്കും. പക്ഷെ ഇപ്പൊ ഗ്രേ എല്ലായിടത്തും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇവിടെ സാധാരണ യൂസ് ചെയ്യുന്ന ഏതാണ്, ഈ ഗ്ലൂക്കോസും നിമാൻസിൽ ഗ്ലൂക്കോസ് ഒക്കെ എടുക്കുന്ന യെല്ലോയിൽ തന്നെ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 4 എണ്ണം പഠിച്ചു വെക്കുക. ഇപ്പൊ നിമാൻസി എടുക്കുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കും എയിംസിലും ചോദിക്കുന്നത്. കാരണം രണ്ടും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അണ്ടറിലുള്ള കേട്ടോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിമാൻസിൽ ഫോളോ ചെയ്യുന്ന തന്നെ ആയിരിക്കും എന്തായാലും എയിംസിലും വരുന്നത് കേട്ടോ. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിമാൻസിൽ ഗ്ലൂക്കോസ് എടുക്കുന്ന ഈ ബോട്ടിലാണ് കേട്ടോ. നമ്മുടെ യെല്ലോ ക്യാപ്പിലുള്ളതിലാണ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് കോമൺ ആയിട്ട് വരുന്നു. പിന്നെ നമുക്ക് ഒരു പ്ലെയിൻ ട്യൂബ് ഉണ്ട് അല്ലെ. പ്ലെയിൻ ട്യൂബ് ഏതാണ്?
റെഡ് അല്ലെ, സിലിക്കോൺ. ബാക്കി ഏതെങ്കിലുമൊക്കെ ടെസ്റ്റുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, ബാക്കിയൊക്കെ നമ്മൾ എടുക്കുന്ന റെഡിലാണ് അല്ലെ, റെഡ്, സിലിക്കൺ ബോട്ടിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റിലോട്ട് വരുന്നു, നെക്സ്റ്റ് ഇമേജിലോട്ട് വരാം കേട്ടോ. ഇത് സ്പൈനൽ ഇഞ്ചറി കേട്ടോ, സ്പൈൻ ഇഞ്ചറികൾക്ക് ഉപയോഗിക്കുന്ന സ്പ്ലിന്റ് ആണ് കേട്ടോ, സ്പൈനൽ ഇഞ്ചറി. വോക്കി ബ്രേസ്, മുൾവോക്കി ബ്രേസ്, സ്പൈനൽ ഇഞ്ചറി. ഓക്കെ, നെക്സ്റ്റ് ബ്ലേഡിന്റെ സൈസ് ചോദിക്കാറുണ്ട് കേട്ടോ, ബ്ലേഡിന്റെ സൈസ് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസിൽ, ബ്ലേഡിന്റെ സൈസ് ചോദിക്കാറുണ്ട്. സാധാരണ ചോദിക്കുന്ന ഈ 11ന്റെ ബ്ലേഡ് ആണ് കേട്ടോ, ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ഇരിക്കുന്ന 11ന്റെ ബ്ലേഡ് ആണ് ചോദിക്കുന്നത്. ലാർജ് ബ്ലേഡ് ആണ് അല്ലെ, വലിയ കത്തിയല്ലേ, ഇറച്ചി കിട്ടുന്ന പോലത്തുള്ള വലിയ ഇത് വരുവാണെങ്കിൽ 20 to 21 ആ റേഞ്ച് ആണ്. 20 മുതൽ അല്ലെ 22 വരെ ഇതുപോലെ ഉള്ള ഇതാണ് കേട്ടോ. സ്മോൾ ബ്ലേഡ് വരുന്നത് എത്രയാണ്? 11 കേട്ടോ. ഇനി തന്നെ സ്മോൾ ബ്ലേഡ് തന്നെ നമ്മൾ കുഞ്ഞ് സർജറിക്കൊക്കെ ഓപ്പണിങ് ചെയ്യത്തില്ലേ അല്ലെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് 15ന്റെ ബ്ലേഡ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഈ 15, 11, 21 ഇതാണ് കോമൺലി ഒരു വാർഡിൽ കാണുന്ന ബ്ലേഡ് അല്ലെ, 15, 11, 21. ഓക്കെ, ഇതാണ് നമ്മൾ കോമൺലി പറയുന്ന ബ്ലേഡ് സൈസ് കേട്ടോ, 15, 11, 21. വേറെ ഏതെങ്കിലും ബ്ലേഡ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? വേറെ ഏതെങ്കിലും സൈസ് ബ്ലേഡ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ 15, 11 അറിഞ്ഞിരിക്കണം കേട്ടോ. 15 എന്ന് പറയുന്ന വലിയ ബ്ലേഡ് തന്നെയാണ്, പക്ഷെ അതിന്റെ എൻഡിൽ ചെറിയ ഇത് കേട്ടോ. 11 നമുക്ക് ഈസിയാണ് അല്ലെ, 11ന്റെ ബ്ലേഡ് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇതുപോലെ കോണിക് ഷേപ്പ്. പിന്നെ ഏറ്റവും വലിയ തിക്ക് ആയിട്ടുള്ള ബ്ലേഡ് ആണ് ഏതെന്ന് പറയുന്നത് 21, 20, 20, 21 എല്ലാം സെയിം. ഓക്കെ, 22 തിക്ക് ബ്ലേഡ് തന്നെയാണ്, 23 തിക്ക് തന്നെയാണ്, 24 തിക്ക്. ഓക്കെ, മനസ്സിലായല്ലോ. ശരിയായോ? ഇനി ഇൻ കേസ് 11A എന്നങ്ങാനാണ് ചോദിക്കുന്നെങ്കിൽ കേട്ടോ, ഇൻ കേസ് 11 ബ്ലേഡ് ഇങ്ങനെ ഇരുന്നിട്ട് കേട്ടോ, ബ്ലേഡ് ഇങ്ങനെ ഇരുന്നതിന് ശേഷം ഇവിടെ ഒന്ന് ചെറുതായിട്ട് വളഞ്ഞിട്ട് ഇങ്ങനെ വരും കേട്ടോ, അങ്ങനെ വരുവാണെങ്കിൽ 11A. അതുപോലെ 15ന്റെ ബ്ലേഡും അതുപോലെ ഇവിടെ ഒരു ചെറിയ സെല്ലിംഗ് ഉണ്ടെങ്കിൽ അത് എത്രയായി? 11A. ഇനി 20ന്റെ ബ്ലേഡിൽ എന്തെങ്കിലും സെല്ലിംഗ് ഈ സൈഡിൽ ഉണ്ടെങ്കിൽ കേട്ടോ, ഇവിടെ ഒരു സെല്ലിംഗ് പോലെ വരുവാണെങ്കിൽ ദാറ്റ് ഈസ് 20A കേട്ടോ. എ ഇട്ട് അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബ്ലേഡ് ഈസ് ഓൾസോ an ഇമ്പോർട്ടൻസ് ഇമേജ് ക്വസ്റ്റ്യൻ ഫോർ എയിംസ് കേട്ടോ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് തിരിച്ചു വരാം. 9:30 ആകുമ്പോൾ ഒരു സെറ്റ് ബ്രേക്ക് തരാം കേട്ടോ. ഓക്കെ, when caring for a client who has an order for strict IO chart, which is the best way to obtain an accurate measurement? When caring for a client who has an order for a strict IO chart, what is the best way to obtain an accurate measurement? Give the client marked cup to measuring the urine output. Clear and reset all IV pumps at 0 on each shift. Remind the client not to drink anything that on meal tray. Ask the client to write down how many cups fluid they drink. എങ്ങനെയാണ് ഒരു സ്ട്രിക്റ്റ് IO ചാർട്ട് എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? യൂറിൻ ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ മാർക്ക് ചെയ്ത കപ്പ് കൊടുക്കുമോ? ക്ലിയർ ആൻഡ് റീസെറ്റ് ആൾ IV പമ്പ്സ് ആൻഡ് 0 ഓൺ ഈച്ച് ഷിഫ്റ്റ് ആണോ? Remind the client not drinking anything that on the meal tray. Client write down the how many cups fluid they drink. ഏതായിരിക്കും? പറഞ്ഞോ, ഏതാണ് കേട്ടോ? ഇവിടെ നമ്മൾക്ക് സ്ട്രിക്റ്റ് IO ചാർട്ട് എന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ്ലി ഫോളോ ബൈ സ്റ്റാഫ് എന്നാണ് അല്ലെ. ഓരോ സ്റ്റാഫും അവരവരുടെ ഷിഫ്റ്റിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അതാണ് നമ്മൾ എന്തിനാ ഈ സ്ട്രിക്റ്റ് IO ചാർട്ട് എന്ന് ഡോക്ടർ ചെയ്യുന്നതിന്റെ കാരണം. സ്ട്രിക്റ്റ്ലി ഫോളോ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റാഫും സ്ട്രിക്റ്റ് ആയിട്ട് അവരവരുടെ ഷിഫ്റ്റിൽ ഉള്ള IO ചാർട്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈവൻ ട്രെയിൻ ആണെങ്കിൽ പോലും അല്ലെ, ഇപ്പൊ EBD ട്രെയിൻ ആണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നു, അതിനകത്ത് ഒരു ട്രെയിനിന്റെ ബാഗിന്റെ അറ്റത്ത് ഒരു ഇത് കാണും, അല്ലാതെ ഒരു ട്രെയിൻ അല്ലെ. എനിവേ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന നമുക്ക് EVD ട്രെയിൻ 0 ആക്കി കൊടുക്കണം കേട്ടോ. അതുപോലെ IV ഫ്ലൂയിഡ്സ് പോവുകയാണെങ്കിൽ അത് വീണ്ടും 0 ചെയ്യണമെന്നല്ല പറയുന്നത് അല്ലെ. നോർമലി നമ്മൾ ഒരു IV ഫ്ലൂയിഡ്സ് നമ്മളെ ഇതിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം IO ചാർട്ട് അല്ലെ. ഇത്ര നമ്മളെ ഷിഫ്റ്റിൽ ഇത്രയും ചെയ്ത്
നമ്മൾ ആ ഒരു ആക്യുറേറ്റ് മെഷർമെന്റ്. പിന്നെ അടുത്ത ആള് 1 എന്ന് പറഞ്ഞായിരിക്കും തുടങ്ങുന്നത്. എന്നിട്ട് അയാളുടെ ഷിഫ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തെ എഴുതിയാണ് IH ആയിട്ട് കൂട്ടുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ക്ലിയർ ആൻഡ് റീസെറ്റ് ഓൾ IV പമ്പ്സ് ടു 0 ഓൺ ഈച്ച് ഷിഫ്റ്റ് കേട്ടോ. എല്ലാം നമ്മൾ 0 ആക്കി വേണം എന്ത് ചെയ്തെടുക്കാൻ, ഓവർ നെക്സ്റ്റ് ഇതിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യാനുള്ളത്. മനസ്സിലായോ? യൂറിൻ ഔട്ട്പുട്ട് മാർക്കഡ് കപ്പ് മെഷർ ഒക്കെ ഇന്നാക്യുറേറ്റ് ആണ്. യൂറിനില് നമ്മൾ മെഷർ ചെയ്യേണ്ടത് ഓൾവേസ് ബൈ യൂറോമീറ്റർ കേട്ടോ. മനസ്സിലായല്ലോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കരുത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following assessment by finding is consistent with extracellular fluid volume deficit? Which of the following findings is consistent with extracellular fluid volume deficit? Oliguria, hypertension, bradycardia, hyperglycemia. ഏതായിരിക്കും? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് അല്ലെ. എക്സ്ട്രാ സെല്ലുലാർ എന്ന് പറയുമ്പോൾ ബ്ലഡ് എല്ലാം ലോസ് വരുന്നു അല്ലെ, ബ്ലഡ് ലോസ് വരുന്നു അല്ലെ. തീർച്ചയായിട്ടും പേഷ്യന്റിന് എന്ത് വരാൻ ചാൻസ് ഉണ്ട്? ഷോക്കിലോട്ട് പോകാനുണ്ട് അല്ലെ. ഷോക്കിലോട്ട് പോകുമ്പോൾ ഹൈപ്പർ ടെൻഷൻ ആൻഡ് ടക്കികാർഡിയ, ഒളിഗൂറിയ അല്ലെ, ഒളിഗൂറിയ. ഓക്കെ, അപ്പൊ അവിടെ ഏതായിരിക്കും ആൻസർ? ആൻസർ ഈസ് ഒളിഗൂറിയ അല്ലെ. ഒളിഗൂറിയ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ്. ബ്രാഡികാർഡിയ വരത്തില്ല, ഹൈപ്പർ ടെൻഷൻ, tachycardia, hyperglycemia is not related. Okay, next. Which type of ostomy put a client at the most risk for skin breakdown? Skin breakdown ഉണ്ടാവുന്ന കൊളോസ്റ്റമി ഏതാണ്? സിഗ്മോയിഡ് കൊളോസ്റ്റമി, ഇലിയോസ്റ്റമി, ഇലിയൽ കോണ്ടുഗേറ്റ്, ട്രാൻസേസ് കൊളോസ്റ്റമി. സ്കിൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കുന്ന കൊളോസ്റ്റമി ഏതാണ്? എല്ലാം പ്രാക്ടിക്കൽ ബേസ് ക്വസ്റ്റ്യൻ ആണ് ഇട്ടേക്കുന്നത് കേട്ടോ. പ്രാക്ടീസ് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ പ്രാക്ടിക്കൽ ബേസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തെറ്റും. വാട്ട് ടൈപ്പ് ഓഫ് ഓസ്റ്റമി പുട്ട് എ ക്ലയന്റ് അറ്റ് ദ മോസ്റ്റ് റിസ്ക് ഫോർ സ്കിൻ ബ്രേക്ക് ഡൗൺ? സ്കിൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന ഓസ്റ്റമി ഏതാണ്? സിഗ്മോയിഡ്, ഇലിയോസ്റ്റമി, ഇലിയൽ കോണ്ടുഗേറ്റ്, ട്രാൻസേസ് കൊളോസ്റ്റമി. ഇപ്പൊ നമുക്കറിയാം സ്കിൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്ന എങ്ങനെയാണ്? സ്കിൻ ബെഡ് സോർ ഉണ്ടാവുന്നതിനുള്ള ഒരു ഘടകം എന്താണ്? സ്കിൻ ബെഡ് സോർ ഉണ്ടാവുന്നതിനുള്ള ഒരു ഫാക്ടർ എന്താണ്? മോയിസ്റ്റ് സ്കിൻ ആണെങ്കിൽ there is a risk for bed sore അല്ലെ, മോയിസ്റ്റ് സ്കിൻ. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മോയിസ്റ്റ് ആയിട്ട് സ്കിൻ ഉണ്ടാവുന്ന ഏതിലായിരിക്കും? സ്കിൻ മോയിസ്റ്റ് ആവുന്ന ഏതായിരിക്കും? സിഗ്മോയിഡ് കൊളോസ്റ്റമിയിൽ ഏതായിരിക്കും നമുക്ക് വരുന്ന? ഫോംഡ് സ്റ്റൂൾ ആയിരിക്കും അല്ലെ. ലിലിയോസ്റ്റമിയിൽ ലിക്വിഡ് സ്റ്റൂൾ ആയിരിക്കും വരുന്നത് അല്ലെ, ലിക്വിഡ് സ്റ്റൂൾ. അതുപോലെ ഇലിയൽ കോണ്ടുഗേറ്റിലും എന്താണ്? ഇലിയൽ കോണ്ടുഗേറ്റും ലിക്വിഡ് സ്റ്റൂൾ അല്ല അല്ലെ, ട്രാൻസേസ് കൊളോസ്റ്റമി അല്ലെ. അപ്പൊ ഇതിൽ ഇലിയോസ്റ്റമിക്കാണ് ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്? ലിക്വിഡ് സ്റ്റൂളും പെട്ടെന്ന് നമ്മൾ മാറ്റുന്നത് അല്ലെ. പെട്ടെന്ന് എപ്പോഴും ലിക്വിഡ് സ്റ്റൂൾ ആയിരിക്കും, ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇത് കൂടുതൽ എന്ത് ചെയ്യുന്നത്? ചേഞ്ചിങ്ങും കാര്യങ്ങളും വരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ മോയിസ്റ്റ് വരാനും റിസ്ക്കും വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇലിയോസ്റ്റമി അല്ലെ, ഇലിയോസ്റ്റമിക്കാണ് മോസ്റ്റ് കോമൺ റിസ്ക് കേട്ടോ. മനസ്സിലായല്ലോ? ബെഡ്സോർ, മോയിസ്റ്റ് സ്കിൻ. അതുപോലെ തന്നെ ഇവിടെ എപ്പോഴും നമ്മൾ അവിടെ വാഷ് ചെയ്യുന്നുണ്ട്, ആ ഏരിയയിലൊക്കെ വാഷ് ചെയ്യുന്നുണ്ട്, ദർ ഈസ് എ സ്കിൻ മോയിസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്. നേഴ്സ് ഈസ് പ്രൊവൈഡിംഗ് വൂണ്ട് കെയർ ഓഫ് എ ക്ലയന്റ് വിത്ത് സ്റ്റേജ് 3 പ്രഷർ അൾസർ. വൂണ്ട് കെയർ ഓഫ് ക്ലയന്റ് വിത്ത് സ്റ്റേജ് 3 പ്രഷർ അൾസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈൻ ഇൻഡിക്കേറ്റ് ദാറ്റ് വൂണ്ട് ഈസ് ഹീലിംഗ്? Nurse is providing wound care of a client with stage 3 pressure ulcer. Which of the following indicate that the wound is healing? Wound bed is getting smaller. Appearance of serum filled blister. Skin is red, does not blanch when pressed. A scar is cover the wound area. ഓക്കെ, നോർമലി ബെഡ് സോർ ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. നോർമലി ബെഡ് സോർ എങ്ങനെയാണ് ഹീൽ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്? ബെഡ് സോർ ഏത് ടൈപ്സ് ഇന്റൻഷനിലാണ് ഹീൽ ചെയ്യുന്നത്? പ്രൈമറി ഇന്റൻഷൻ ആണോ, സെക്കൻഡറി ഇന്റൻഷൻ ആണോ, ടെർഷ്യറി ഇന്റൻഷൻ ആണോ?
ബെഡ് സോർ എങ്ങനെയാണ്? പ്രൈമറി ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്യൂച്ചർ ഇടുന്നു. സെക്കൻഡറി ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ സ്യൂച്ചർ ഇടാതെ ഓപ്പൺ ആക്കി വെച്ച് പതുക്കെ കൊണ്ട് അത് സ്കിൻ അങ്ങ് ക്ലോസ് ആവുന്നതാണ് സെക്കൻഡറി അല്ല. ടെർഷറിയിൽ നമ്മൾ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യും അല്ല. അപ്പൊ സെക്കൻഡറിയിൽ നമ്മൾ വൂണ്ട് എന്താന്നു വൂണ്ട് ഹീൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? വൂണ്ട് ക്ലോസ് ആയി തുടങ്ങുന്നു. അപ്പൊ അതിനകത്ത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? വൂണ്ട് ക്ലോസ് ആയി വരുമ്പോൾ എന്തായും? വൂണ്ട് സൈസ് കുറഞ്ഞു വരും അല്ലെ. വീണ്ടും സൈസ് ഈസ് ഗെറ്റിംഗ് സ്മോളർ. ശരിയല്ലേ? ഓപ്ഷൻ എ അല്ലേ കറക്റ്റ് ആൻസർ? ശരിയല്ലേ? സ്കിൻ ഈസ് റെഡ്, ഡസ് നോട്ട് ബ്ലാഞ്ച് വെൻ പ്രസ്ഡ്. അതൊന്നുമല്ല കേട്ടോ, അതൊന്നുമല്ല കറക്റ്റ് ആൻസർ. എസ്കാർ കവർ ദ വൂണ്ട് ഏരിയ അല്ല അല്ലെ. ചിലപ്പോൾ ഡീപ്പ് ആയിട്ട് കാണും അല്ലെ. ഇവിടെ വൂണ്ട് ഗെറ്റിംഗ് സ്മോൾ ആവുന്നതാണ്. ഇറ്റ് ഈസ് ദ സൈൻ ഓഫ് വൂണ്ട് ഹീലിംഗ്. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? ആൻസർ ഈസ് വൂണ്ട് ഈസ് ഗെറ്റിംഗ് സ്മോളർ കേട്ടോ. വൂണ്ട് ഈസ് ഗെറ്റിംഗ് സ്മോളർ. ഓക്കെ, നെക്സ്റ്റ് നല്ല ക്വസ്റ്റ്യൻ ആണ്. A client is diagnosed with GRD, gastroesophageal reflux disease. The nurse educated the client about diet. Which of the following food should the client avoid? Which of the following food should the client avoid? ഏതാണ്? Grilled salmon, pineapple, white bread, banana. Grill ചെയ്ത fish, pineapple, bread, banana. ഏത് ഫുഡാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതായിരുന്നു? ഏതാണ്? ബ്രെഡോ? അവോയ്ഡ് ചെയ്യേണ്ട ഏതാണെന്നാണ് ചോദിച്ചത് അല്ലെ. ഇപ്പൊ GRD എന്ന് പറഞ്ഞാൽ എന്താണ്? GRD ഗ്യാസ്ട്രോഇസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് അല്ലെ. ഇപ്പൊ ഗ്യാസ്ട്രോഇസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ എന്താണ്? HCl മുകളിലോട്ട് വരുന്നു, ഹാർട്ട് ബേൺ ഉണ്ടാക്കുന്നു, പയോറിസിസ് ഉണ്ടാക്കുന്നു അല്ലെ. ഹാർട്ട് ബേൺ ഉണ്ടാക്കുന്നു, പയോറിസിസ് ഉണ്ടാക്കുന്നു, വോമിറ്റിംഗ് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? അപ്പം നമ്മൾ എന്ത് കൊടുക്കും? ഇവിടെ വീണ്ടും ഇതിനകത്ത് നമ്മൾ ആസിഡ് ഒഴിച്ചു കൊടുക്കില്ല. ഓൾറെഡി ഹൈഡ്രോക്ലോറിക് ആസിഡ്സ് വരുന്നുണ്ട്. ഇനിയും നമ്മൾ ആസിഡ് കൊടുക്കരുത്. അപ്പൊ ഇതിൽ ആസിഡ് ഉണ്ടാകുന്ന ഫുഡ് ഏതാണ്? ആസിഡ് ഉള്ള ഫുഡ് ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആസിഡ് ഉള്ള ഫുഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓൾറെഡി ഉണ്ട്. സിട്രിക് ആസിഡ് അല്ലെ. പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സിൽ ആസിഡ് ഉണ്ട് അല്ലെ. പൈനാപ്പിൾ ആസിഡ് ഇല്ലേ? പൈനാപ്പിൾ ഷുഡ് ബി അവോയ്ഡ്. മനസ്സിലായോ? ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ? ചിലപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A client with a nasogastric tube complains that his nasal passage is irritated. His nasal passage is irritated. Which action by the nurse is most appropriate? Client with a nasogastric tube complains that his nasal passage is irritated. Which action by the nurse is most appropriate? Apply water-soluble lubricant to the nurse. Give the client an ice pack to hold his nose. Place the client in lateral recumbent position. Reposition the NG tube every 8 hours. ഇപ്പൊ NG tube ഇട്ടേക്കുന്ന പേഷ്യന്റ് നേസൽ പാസേജ് ഇറിറ്റേറ്റഡ് ആയിട്ട് നേഴ്സിന്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞാൽ നേഴ്സ് എന്താണ് ചെയ്യുന്നത്? എന്തായിരിക്കും ചെയ്യുന്നത്? എന്ത് ചെയ്യും? അതായത് വാട്ടർ സോലുബിൾ അല്ലെ, ലൂബ്രിക്കന്റ്, ഇറിറ്റേബിൾ ആയിട്ടുള്ള ചില അല്ലെ, അവിടെ നമുക്ക് എന്ത് പെട്രോളിയം ജെല്ലിയോ എന്തെങ്കിലും നേസൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റ് കേട്ടോ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When a patient enters in the room for administering insulin, when a nurse enter the patient room to administer insulin, the patient is an avocado position in her bed. What should the nurse do first? Avocado position എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ഒരു വല്ലാത്തൊരു പൊസിഷനിൽ എന്ത് ചെയ്യുന്നു? ഒരു പ്രോൺ പൊസിഷൻ, ഒരു അല്ലാത്ത രീതിയിൽ പേഷ്യന്റ് കിടക്കുന്നു. എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? റീപൊസിഷൻ ദ പേഷ്യന്റ്, വെരിഫൈ ദ പേഷ്യന്റ് നെയിം, അഡ്മിനിസ്റ്റർ ദ ഇൻസുലിൻ, ചെക്ക് ദ പേഷ്യന്റ് ID ബാൻഡ്. ഏതായിരിക്കും പ്രയോറിറ്റി? നമുക്ക് പേഷ്യന്റിന് ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യണമെങ്കിൽ പേഷ്യന്റിനെ നമ്മൾ സുപ്പൈൻ പൊസിഷൻ ആക്കണം അല്ലെ.
പേഷ്യന്റിനെ നമുക്ക് സുപ്പൈൻ പൊസിഷൻ. അപ്പൊ സുപ്പൈൻ പൊസിഷൻ ആക്കിയതിനു ശേഷം മാത്രമേ പേഷ്യന്റിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ ഫസ്റ്റ് എപ്പോഴും നമ്മൾ അവർക്ക് കംഫർട്ടബിൾ പൊസിഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാവുള്ളൂ കേട്ടോ. അൺകംഫർട്ടബിൾ പൊസിഷനിൽ കിടന്നതുകൊണ്ട് അവരെ ഒരിക്കലും എക്സ്പ്ലനേഷന് പോകരുത് കേട്ടോ. ആദ്യം നമ്മൾ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് അവരെ ഐഡന്റിറ്റി ചെക്ക് ചെയ്യുക. ഇതൊക്കെ നമ്മൾ കംഫർട്ടബിൾ പൊസിഷനിലോട്ട് മാറിയതിനു ശേഷമേ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പൊ ദാറ്റ് ഈസ് ദ പ്രയോറിറ്റി. റീപൊസിഷൻ ദ ക്ലൈന്റ് ഈസ് ദ priority for this question കേട്ടോ. ഓപ്ഷൻ A is the correct answer for this question. Next, client is in skeletal traction, which nursing action is the priority? Client in skeletal traction, which nursing action is priority? Strict and proper body alignment, perform frequent neurovascular check, attach an overhead trapeze to the bed, provide meticulous care of pin insertion site. ഏതാണ്? പ്രയോറിറ്റി എന്തായിരിക്കും നമുക്ക് പ്രയോറിറ്റി? പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് ഒരു സ്കെൽറ്റൽ ട്രാക്ഷൻ ഉള്ള പേഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്തായാലും ഫ്രാക്ചർ ഉള്ള പേഷ്യന്റ് ആണ് അല്ലെ. ബോൺ ഫ്രാക്ചർ വന്നു റിപ്പയർ ചെയ്തേക്കുന്ന കേസാണ് അല്ലെ, റിപ്പയർ കേസാണ്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇന്റർവെൻഷനും മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രയോറിറ്റി കേട്ടോ. പ്രയോറിറ്റി ഈസ് ന്യൂറോവാസ്കുലർ അസസ്മെന്റ്, ഇന്റർവെൻഷൻ ഇമ്പോർട്ടന്റ് ഇന്റർവെൻഷൻ ഈസ് പിൻ കെയർ സൈറ്റ് കെയർ കേട്ടോ, പിൻ സൈറ്റ് കെയർ. ഓക്കെ, ഈ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ തിരിഞ്ഞു മറിഞ്ഞും ചോദിക്കും കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് പ്രയോറിറ്റി നേഴ്സിംഗ് ആക്ഷൻ ചോദിച്ചാൽ ന്യൂറോവാസ്കുലർ ചെക്കിംഗ് ആണ് ഇമ്പോർട്ടൻസ് കേട്ടോ. 5P എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചില്ലായിരുന്നു അല്ലെ, പാരസ്തീഷ്യ, പൾസിനസ്നെസ് അങ്ങനെയൊക്കെ പഠിപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പൊ എന്തായിരിക്കും? പെർഫോം ഫ്രീക്വന്റ് ന്യൂറോവാസ്കുലർ അസസ്മെന്റ് ആണ് പ്രയോറിറ്റി കേട്ടോ. പ്രോപ്പർ ബോഡി അലൈൻമെന്റ് അല്ല, ആ ഒരു ബോഡി പാർട്സ് അല്ലെ, ആ ഫ്രാക്ചർ വന്നിരിക്കുന്ന ലെഗ് പ്രോപ്പർ ആയിട്ട് അലൈൻമെന്റ് ചെയ്യണം, അത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ ആണ്. അതുപോലെ ഇമ്പോർട്ടന്റ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് പിൻ സൈറ്റ് കെയർ ആൾസോ ആൻ ഇമ്പോർട്ടന്റ്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ന്യൂറോവാസ്കുലർ ചെക്ക് ആണ് ഇമ്പോർട്ടന്റ് പ്രയോറിറ്റി കേട്ടോ. പ്രയോറിറ്റി എന്ന് പറയുന്നത് ന്യൂറോവാസ്കുലർ. ഓക്കെ, നമുക്ക് എംബോളിസം അതുപോലെ അല്ലെ അങ്ങനെയൊക്കെയുള്ള കൺട്രാക്ഷൻ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിയർലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. When preparing client for removal of nasogastric tube, the instruction to the client, correct instruction: just breathe normally, need to you exhale very slowly, take deep breath and hold, take short and shallow breath. എങ്ങനെയാണ് ഇൻസേർഷൻ ചെയ്യേണ്ട? സോറി, ഇൻസേർഷൻ അല്ല, റിമൂവ് അല്ലെ. റിമൂവൽ ചെയ്യേണ്ട എങ്ങനെയാണ്? നോർമൽ ബ്രീത്തിലാണ് അല്ല, ഹോൾഡ്, ഡീപ് ബ്രീത്ത് ആൻഡ് ഹോൾഡ് ചെയ്യുക കേട്ടോ. ഡീപ് ബ്രീത്ത് ഹോൾഡ് ചെയ്യുമ്പോൾ എപ്പിഗ്ലോട്ടിസ് ക്ലോസ് ആയിരിക്കും കേട്ടോ. എപ്പിഗ്ലോട്ടിസ് എന്ത് ചെയ്യും? ക്ലോസ് ആയിട്ടിരിക്കും. അപ്പൊ അങ്ങോട്ട് ഈ നമ്മൾ NG ട്യൂബ് എടുക്കുമ്പോൾ അതിന്റെ ടിപ്പിലൊക്കെ കുറച്ച് ചെറിയ ചെറിയ റെസിഡിയൽ ഫുഡൊക്കെ കാണും കേട്ടോ. അപ്പൊ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഈ എപ്പിഗ്ലോട്ടിസ് ക്ലോസ് ആയിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ ആസ്പിറേഷനിലോട്ട് പോകത്തില്ല, ആ ചെറിയ ഫുഡുകളൊക്കെ ആസ്പിറേറ്റ് ആവത്തില്ല കേട്ടോ. ഓക്കെ, ഇവിടെ ആൻസർ ഈസ് ടേക്ക് ഡീപ് ബ്രീത്ത് ആൻഡ് ഹോൾഡ് ഇറ്റ് കേട്ടോ. ടേക്ക് ഡീപ് ബ്രീത്ത് ആൻഡ് ഹോൾഡ് ഇറ്റ്. ഓക്കെ, ഇൻസർഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസ്പിറേഷൻ ചെയ്യാനാണ് പേഷ്യന്റിനോട് പറയുന്നത് അല്ലെ, നല്ല രീതിയിൽ ശ്വാസം വലിച്ചെടുക്കാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നല്ല ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കുന്നതാണ്. എ പ്രഗ്നന്റ് ക്ലൈന്റ് കം ടു ദ പ്രീനേറ്റൽ ക്ലിനിക് ഫോർ ഹെർ ഫസ്റ്റ് വിസിറ്റ്. Nurse note that client third pregnancy. 4 years ago, she delivered a healthy boy at 38 weeks. And 2 years ago, she delivered a healthy girl at 35 weeks. Using Gravida Para system to record the client obstetrical history, the nurse will document Gravida 2, Para 2, Gravida 3, Para 2, Gravida 3, Para 1, Gravida 2, Para 1. ഏതാണ്? സിമ്പിൾ അല്ലെ, ഈസി ആണ് അല്ലെ. എ പ്രഗ്നന്റ് ക്ലൈന്റ് കം ടു പ്രീനേറ്റൽ ക്ലിനിക് ഫോർ ഫസ്റ്റ് വിസിറ്റ് എന്ന് പറയുമ്പോൾ 12 ആദ്യത്തെ ട്രൈമസ്റ്റർ ആയി കാണത്തുള്ളൂ അല്ലെ, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വന്നെന്നായിരിക്കും അതിന്റെ അർത്ഥം. എനിവേ 4 years ago ഷീ ഡെലിവേർഡ് എ ഹെൽത്തി ബോയ് ഓഫ് 38 വീക്സ് തൊട്ട് അല്ലെ, 20 വീക്സ് കഴിഞ്ഞ 2 കുട്ടികൾ പ്ലസ് കറന്റ് പ്രഗ്നൻസി ആയപ്പോൾ മൊത്തം 3 പ്രഗ്നൻസി അല്ലെ. അപ്പൊ ഗ്രാവിഡ ഈസ് 3, പാര ഈസ് 2.
അല്ലെ? ഗ്രാവിഡൈസ് 3, പാരൈസ് 2. വെരി ഗുഡ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ്. പക്ഷെ നമ്മൾക്ക് ഇപ്പോഴത്തെ കറണ്ട് പ്രഗ്നൻസിയിൽ 22 വീക്സ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഫസ്റ്റ് ട്രൈമസ്റ്ററിലായിരിക്കും ഫസ്റ്റ് വിസിറ്റ് വരുന്നത് അല്ലെ? അപ്പം 12 ആഴ്ചയിൽ താഴെ ആയിരിക്കും അത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഡ്യൂറിങ് ആൻ ഇനിഷ്യൽ ക്ലയന്റ് അസസ്മെന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് will the nurse use to gather subjective data? Subjective data എങ്ങനെയാണ് എടുക്കുന്നത്? Conduct a client interview, auscultate the heart and lungs, describe the client's behavior, review laboratory result. Subjective data എന്താണ്? ഫസ്റ്റ് പേഷ്യന്റ് വരുമ്പോൾ ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യൽ അസസ്മെന്റ് ഓഫ് പേഷ്യന്റ് എന്ന് പറയുന്ന ഇന്റർവ്യൂ ടെക്നിക്സ് കേട്ടോ. ഇന്റർവ്യൂ ടെക്നിക്സ്. ഓക്കെ. When transferring a client from bed to wheelchair, what is the first action? When transferring a client from bed to wheelchair, what is the first action? Get another staff member to assist. Tell the client what is happening. Ask the client to sit to the edge of the bed. Lock the wheels on the bed. ഏതായിരിക്കും ഫസ്റ്റ്? ഇപ്പൊ ട്രാൻസ്ഫറിങ് പേഷ്യന്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് എ പ്രൊസീജിയർ ആണ് അല്ലെ? നമ്മൾ നേഴ്സിംഗ് പ്രൊസീജിയറിൽ വരുന്നതാണ്. അഡ്മിഷൻ, ട്രാൻസ്ഫർ, അല്ലെ പേഷ്യന്റ് ട്രാൻസ്ഫർ ടു അല്ലെ വേറൊരു സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ട്രാൻസ്ഫർ അല്ലെ? അപ്പൊ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നമ്മുടെ ഫസ്റ്റ് ആക്ഷൻ? ഫസ്റ്റ് ആക്ഷൻ എന്താണ്? എക്സ്പ്ലെയിൻ ടു ദ പേഷ്യന്റ് അല്ലെ? പേഷ്യന്റിനോട് പറഞ്ഞു കൊടുക്കുക അല്ലെ? അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ടെൽ വാട്ട് ഈസ് ഹാപ്പനിങ് കേട്ടോ. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ. ഓക്കെ, മനസ്സിലായല്ലോ? വെരി ഗുഡ് കേട്ടോ. വെരി ഗുഡ്. ടെൽ ദ ക്ലയന്റ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. വെരി ഗുഡ് കേട്ടോ. സിറ്റ് ദ എഡ്ജ് ഓഫ് ദ ബെഡ് ഒന്നും പറയരുത്. ആദ്യം അവർക്ക് ഓറിയന്റേഷൻ കൊടുക്കുക കേട്ടോ. ഓറിയന്റേഷൻ ഈസ് ദ ഇമ്പോർട്ടൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ക്ലയന്റ് ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഈസ് എക്സ്പീരിയൻസിംഗ് fight or flight response, sympathetic nervous system reaction. Which of the following will the nurse expect to observe? Decreased perspiration, increased urine output, increased pulse rate, decreased pupil size. നമുക്കറിയാം ഫ്ലൈറ്റിൽ എന്താണ് പറയുന്നത് എല്ലാം പഠിപ്പിച്ചു അല്ലെ? പ്യൂപ്പിൾ ഡയലറ്റേഷൻ അതെല്ലാം പഠിപ്പിച്ചു. പ്യൂപ്പിൾ ഡയലേഷൻസ്, ടക്കികാർഡിയ എല്ലാം പഠിപ്പിച്ചാണ് അല്ലെ? അതൊന്നും ആർക്കും തെറ്റത്തില്ല. ആൻസർ ഈസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A newborn is diagnosed with tracheoesophageal fistula shortly after birth. Which finding will be the most important nurse to report to the healthcare providers? എന്തായിരിക്കും? A newborn is diagnosed with tracheoesophageal fistula shortly after birth. Which finding will be the most important the nurse report to the healthcare providers? എന്തായിരിക്കും? ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അല്ലെ? ഫുഡ് കഴിക്കുമ്പോൾ എന്ത് ചോക്കിങ് വരുന്നു, സൈനോസിസ് വരുന്നു അല്ലെ? വെരി ഗുഡ് കേട്ടോ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചോക്കിങ് വിത്ത് ഫീഡിങ്. ഓക്കെ, 9:30 ആയി കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്ലോയിലാണ് പോകുന്നത്. ഓക്കെ, എനിവേ 9:30 ആയി. നിങ്ങൾ ബ്രേക്ക് എടുത്തോ കേട്ടോ. 15 മിനിറ്റ് ബ്രേക്ക് എടുത്തോ. 9:45 സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 9:45 സ്റ്റാർട്ട് ചെയ്യാം. അത് 10 മതിയോ? 10 നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ സമയം വേണോ? ഫുഡ് കഴിച്ചിട്ടോ കേട്ടോ കേട്ടോ. 10 മണിക്ക് തുടങ്ങും കേട്ടോ. 10 o'clock സ്റ്റാർട്ട് ചെയ്യാം. ഫുഡ് കഴിച്ചോ? PM. എക്സിറ്റ് ആയിക്കോ 10 മണിക്ക് സെയിം ലിങ്ക് കേട്ടോ. സെയിം ലിങ്ക്.